നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഓണം സമൃദ്ധിയുടെ വിളവെടുപ്പിൻ്റെ മഹോത്സവമാണ്. കർഷകനാണ് അതിൻ്റെ അടിത്തറ. എന്നാൽ ഈ ഓണക്കാലം നമുക്ക് അന്നം തരുന്ന കർഷകന് ആഘോഷത്തിൻ്റെയും സമൃദ്ധിയുടെയും കാലമാണോ? അസ്ഥിരമായ വിപണി വിലകൾ, കാലാവസ്ഥാ വ്യതിയാനം, സർക്കാരിൻ്റെ നയം മാറ്റം ഇതെല്ലാം കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നത് ഒരു പഴഞ്ചൊല്ലാണ്. എന്നാൽ കാണം വിറ്റാലും ഓണം ഉണ്ണാൻ കഴിയാത്ത സ്ഥിതിയിലാണോ കേരളത്തിലെ കർഷകർ? ബിസിനസ് ഡയലോഗ് പരിശോധിക്കുന്നു. ഈ ചർച്ചയിൽ എന്നോടൊപ്പം CPM നേതാവും മുൻ MLA-യുമായ M. പ്രകാശൻ മാസ്റ്റർ, കിഫ പ്രതിനിധിയും നെൽകർഷകനുമായ അബ്ബാസ് ഒറവൻചിറ, കിസാൻ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജി രാഘവൻ എന്നിവർ. ആദ്യം ശ്രീ അബ്ബാസ്, ഈ ഓണം കേരളത്തിലെ ഒരു ശരാശരി കർഷകന് സമൃദ്ധിയുടെ പര്യായമാണോ? കാർഷിക മേഖലയുടെ നിലവിലെ അവസ്ഥ കണക്കിലെടുക്കുമ്പോൾ ഈ ഉത്സവം സന്തോഷത്തിൻ്റെ സമയമാണോ? നെൽകർഷകന് ഹാപ്പി ഓണം എന്നുള്ളത് ശരിയല്ല. കർഷകനുണ്ടോ ഹാപ്പി ഓണം എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇന്നത്തെ പരിപാടിയിൽ. ഒറ്റവാക്കിൽ തന്നെ പറയാമില്ല എന്ന്. കാരണം ഞാൻ ഏപ്രിൽ 4 കൊയ്ത നെല്ല് സപ്ലൈക്കോ 1 മാസം കഴിഞ്ഞാണ് കളക്ട് ചെയ്തത്. അതിന് PRS തന്നത് മെയ്യിലാണ്, മെയ് ആദ്യം തന്നെയാണ്. പക്ഷേ ഇന്ന് വരെ എനിക്ക് നെല്ലിൻ്റെ വില കിട്ടിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് എനിക്ക് ഓണം ഹാപ്പി ആവുന്നത്? അഥവാ കിട്ടിയാൽ തന്നെ കിട്ടിയവർക്ക് അത് അവരുടെ കർഷകൻ്റെ ഈടിന്മേൽ ലോണായിട്ടാണ് കൊടുക്കുന്നത്. ലോണായിട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അവന് വിദ്യാഭ്യാസ വായ്പയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ലോൺ എടുക്കാനോ അവൻ സാധിക്കില്ല. അതേ അവസ്ഥയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. നമുക്ക് ഉദാഹരണമായി പറയാം, കഴിഞ്ഞ വർഷം ഒരു കർഷകൻ, ആലപ്പുഴയിലെ ഒരു കർഷകൻ സുഹൃത്തിന് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, സുഹൃത്തെ എനിക്ക് ലോണില്ല, എനിക്ക് കടമാണ്, എനിക്ക് പൈസ കിട്ടിയിട്ടില്ല, എന്നല്ല ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. പക്ഷെ സുഹൃത്ത് അവിടെ എത്തുമ്പോഴേക്കും കാര്യങ്ങളെല്ലാം വിട്ടുപോയതായി. അതുപോലെ നെല്ലിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2021 കേരള സർക്കാർ ഇൻസെൻറ്റീവോടുകൂടി കൊടുത്തിരുന്നത് 28 രൂപ 20 പൈസയ്ക്കാണ് നെല്ലെടുത്തിരുന്നത്. അതുതന്നെയാണ് ഈ 5 വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും കേരള സർക്കാർ ചെയ്യുന്നത്. ഇതിനിടയിൽ 5 രൂപ 40 പൈസയോളം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. പക്ഷെ അല്ല, 3 രൂപ 40 പൈസയോളം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. ആ വർദ്ധിപ്പിച്ച തുകയെല്ലാം കേരള സർക്കാർ അതിനാനുപാതികമായി അവരുടെ ഇൻസെന്റീവ് വെട്ടിക്കുറയ്ക്കുകയാണ് ചെയ്തത്. 5 വർഷമായി കർഷകർക്ക്, ഉദ്യോഗസ്ഥന്മാർക്ക് ക്ഷാമബത്തയും ശമ്പള വർധനവും മറ്റ് ആനുകൂല്യങ്ങളും പെൻഷൻകാർക്കും എല്ലാം കിട്ടുന്നുണ്ടെങ്കിലും കർഷകന് മാത്രം ഈ 5 വർഷമായിട്ടും 28 രൂപ 20 പൈസയാണ് സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനിടയിൽ കൂലി വർധനവുണ്ടായി, കയറ്റുകൂലി, പിന്നെ ട്രാക്ടർ വർധന, ട്രാക്ടർ വാടക വർധന, വളത്തിൻ്റെ വില വർധന, പെസ്റ്റിസൈഡിൻ്റെ വില വർധന, കുമിൾനാശിനിയുടെ വില വർധന, ഇതെല്ലാം ആനുപാതികമായി വർദ്ധിപ്പിക്കുകയാണെങ്കിൽ എത്രത്തോളം വ്യത്യാസം ഉണ്ടാവും? ഇപ്പോൾ അത്രയും ഈ 5 വർഷമായി അവൻ കടത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഓണത്തിന് പലരും പ്രതീക്ഷിച്ചു
നെല്ല് വില കിട്ടുമെന്ന്. പക്ഷെ ബോണസില്ല, വിലയില്ല, മറ്റതില്ല. അതേപോലെ തന്നെയാണ് കർഷകർക്ക് ഇൻഷുറൻസ്, കാലാവസ്ഥ അധിഷ്ഠിതമായ ഇൻഷുറൻസ് എന്ന പദ്ധതിയുണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ആ പദ്ധതിയിലേക്ക് കർഷകനും ഒരു വിഹിതം കൊടുക്കണം. ഒരു വിഹിതം കേരള സർക്കാരും കൊടുക്കും, ഒരു വിഹിതം കേന്ദ്ര സർക്കാരും കൊടുക്കും. പക്ഷെ കേരള സർക്കാരിന്റെ വിഹിതം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 3 ക്രോപ്പിന്റെ ഇൻഷുറൻസ് തുക ഇതുവരെ കർഷകർക്ക് ലഭിച്ചിട്ടില്ല. ശരി, ഞാൻ വ്യക്തമാണ്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷാജി രാഘവൻ അദ്ദേഹം പറഞ്ഞതുപോലെ കർഷകർക്ക് കുടിശ്ശിക കിട്ടാനുണ്ട്. നെൽ സംഭരണ കുടിശ്ശികയായി 2000 കോടിയിലധികം രൂപ കേന്ദ്രം തരാനുണ്ടെന്നാണല്ലോ സംസ്ഥാനം അവകാശപ്പെടുന്നത്. ഇക്കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടായി? നോക്കൂ, ഇവിടെ കർഷക സുഹൃത്ത് ശ്രീ അബ്ബാസ്, അദ്ദേഹം ഒരു കർഷകനാണ്. കേരളത്തിലെ കൃഷി ചെയ്ത് ജീവിക്കാം എന്ന് വിശ്വസിച്ച് ആയിരക്കണക്കിന് ആൾക്കാർ ഇപ്പോഴും വിശ്വസിച്ച് നിൽക്കുന്ന, കാർഷിക മേഖലയിൽ നിൽക്കുന്ന ഒരു കർഷകനാണ് അദ്ദേഹം. അദ്ദേഹം പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താങ്കൾ ഇടപെട്ടതുകൊണ്ടാണ്. വലിയ ബുദ്ധിമുട്ടിലുള്ള കർഷകരാ. നമ്മൾ സാധാരണ ചാനൽ ചർച്ചയെ പോലെ വേഗത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളൊന്നും അവർക്ക് പറയാൻ അറിയില്ല. അവർ ഹൃദയത്തിൽ തട്ടിയ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറയുന്നു. തീർച്ചയായും അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ കൃത്യമാണ്. ഇത് ഹാപ്പി ഓണം എന്ന് മാത്രമല്ല, ഇത് ഈ ഓണം അല്ലല്ലോ. ഇപ്പൊ താങ്കളെങ്കിലും ഇത് കേരളത്തിൽ ചർച്ച ചെയ്യാൻ തയ്യാറായതിൽ ഞാൻ താങ്കളെ അഭിനന്ദിക്കുക. കാരണം ഇവിടെയുള്ള പ്രമുഖ ചാനലുകളൊക്കെ തന്നെ കേരളത്തിലെ കർഷകൻ ഈ ഓണക്കാലം അല്ലെന്നേ, എല്ലാ ഓണവും കർഷകന്റെ അവസ്ഥ ഇതാ. നമ്മൾ ഓണക്കാലത്ത് മാത്രം ചർച്ച ചെയ്യുന്നത് കൊണ്ടാണ് ഇത് ഓണവുമായി ബന്ധപ്പെടുത്തി പറയുന്നത്. 365 ദിവസവും കേരളത്തിലെ കർഷകന്റെ അവസ്ഥ ഇതാ. അല്ലാതെ ഓണത്തിന്റെ മാത്രം പ്രത്യേകത. കഴിഞ്ഞ ഓണത്തിന്, അതിന് മുമ്പലത്തെ ഓണത്തിനൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലേ? ഞാൻ നിരവധി ചാനൽ ചർച്ചകളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ട് എനിക്ക് നല്ല ബോധ്യം. ഓണക്കാലത്ത് 2 ദിവസം ചർച്ച ചെയ്യും. പക്ഷെ നിർഭാഗ്യവശാൽ ഇപ്രാവശ്യം എന്താ പറയാ, ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ അവര് പെട്ടിട്ടുള്ള ചില കേസുകളും, അവർ നടത്തിയിട്ടുള്ള ചില പീഡന കേസുകളും, അവർ നടത്തിയിട്ടുള്ള എന്താ പറയാ ഗർഭചിത്രം, ഇതൊക്കെയല്ലേ സത്യത്തിൽ ചാനലിൽ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പണ്ട് നാട്ടിൽ പറയും, പാട വീഴുന്നവനെ തൊഴുതിട്ടുണ്ണണം എന്ന് പറയും. അതാണ് കർഷകന് നമ്മുടെ പാരമ്പര്യത്തിൽ കൊടുത്തിരിക്കുന്ന വലിയ പ്രാധാന്യം എന്ന് പറയുന്നത്. അവനെ തൊഴണ്ടെന്നേ, അവന്റെ അവകാശമാണ് നെല്ലിന്റെ വില. അത് കൊടുക്കാത്ത കാര്യമാണ് ബഹുമാന്യനായ ശ്രീ അബ്ബാസ് ഇവിടെ പറയുന്നത്. കൊടുക്കുമ്പോഴോ 3-4 മാസം കഴിഞ്ഞ് ലോണായിട്ട് കൊടുക്കുക. ഇതിങ്ങനൊരു സംവിധാനം എത്ര അശാസ്ത്രീയമായ, ഏതെങ്കിലും മേഖലയിൽ ഒരു ഉൽപ്പന്നം പാടത്ത് പണിയെടുത്ത് അവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നെല്ലിന്റെ വിലയായിട്ട് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല, 3-4 മാസം കഴിയുമ്പോൾ ലോണായിട്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എവിടെയാ കേരളത്തില് ചെന്നെത്തി നിൽക്കുന്ന ഈ മേഖലയെ സംബന്ധിച്ച്? കേരള മോഡൽ എന്നൊക്കെ പറയാം. പ്രകാശം മാഷ് വളരെ പരിണതപ്രജ്ഞനായ രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം കാര്യങ്ങളെ പഠിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന ആളാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ താങ്കൾ ചോദിച്ച ചോദ്യത്തിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരാം. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പണിയല്ല. കുറെ കാലമായി സംസ്ഥാനത്തെ പ്രത്യേകിച്ച് 2-3 മന്ത്രിമാർ പച്ചക്കള്ളം എന്ന് പറയാ കേരളത്തിന്റെ മുമ്പിൽ. കർഷകന് പണം കൊടുക്കാൻ സാധിക്കാത്തതിന് കേന്ദ്രം തരാനുണ്ടെന്നാണ് പറയുന്നത്. ഞാനൊരു കാര്യം തുടക്കത്തിലെ തന്നെ 2 കാര്യം ഞാൻ ബോധിപ്പിക്കാം. ഒന്ന്, ഞാൻ ഇവിടെ പറയുന്ന മുഴുവൻ കണക്കുകളും കൃത്യമായി വിവരാവകാശത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും നിന്നും കിട്ടിയിട്ടുള്ള കണക്കുകളാണ്. 2, കർഷകനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ നമ്മൾ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അത് പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു പരിസരത്ത് നിന്ന് ചർച്ച ചെയ്യരുത് എന്ന് നിർബന്ധ ബുദ്ധിയുള്ള ഒരാളാണ് ഞാൻ. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കർഷക സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റാണ്. പക്ഷെ കേരളത്തിലെ കർഷകന്റെ പ്രശ്നങ്ങൾ സംസാരിക്കുമ്പോൾ ആ രാഷ്ട്രീയം ചേരരുത് എന്ന് നിർബന്ധ ബുദ്ധിയുണ്ട്. കാരണം അത്ര കണ്ട് ഗുരുതരമാണ് കേരളത്തിലെ സ്ഥിതിവിശേഷം. അങ്ങനെ ചർച്ച ചെയ്താൽ ആ ചർച്ച രാഷ്ട്രീയ ചർച്ചയായിട്ട് മാറുന്നതിനപ്പുറം കർഷകന് ഗുണമുണ്ടാവില്ല എന്നുള്ള ബോധ്യത്തിന്റെ പുറത്തിലാണ് ഞാൻ ഒരു തരത്തിലുള്ള രാഷ്ട്രീയത്തിന്റെ പ്രത്യേകിച്ച് കക്ഷി രാഷ്ട്രീയത്തിന്റെ അല്ലെങ്കിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചയുടെ ഭാഗമായിട്ടും അല്ല ഞാൻ ഈ 2 കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ ബോധ്യപ്പെടുത്തുക. താങ്കൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, കേന്ദ്രം കൊടുക്കാനുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാനത് സംബന്ധിച്ച് 1-2 കണക്കുകൾ പറയാം. ഒന്ന്, നമ്മുടെ കേരളത്തിലെ നെല്ല് സംഭരണം സംബന്ധിച്ച് എന്താണ് യാഥാർത്ഥ്യം?
കേരളം ഈ നെല്ല് സംഭരണത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഡീസെൻട്രലൈസ്ഡ്, കേന്ദ്രത്തിന് രണ്ട് വ്യവസ്ഥയുണ്ട്. ഒന്ന് സെൻട്രലൈസ്ഡ് പൂളും ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് പൂളും ഉണ്ട്. സെൻട്രലൈസ്ഡ് പൂളിലായിരുന്നെങ്കിൽ കേരളം ഇതിന് കേന്ദ്രവുമായിട്ടൊരു ധാരണ ഒപ്പിട്ടിരുന്നതെങ്കിൽ ഇത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എടുക്കും. അവർ നേരിട്ട് ഇവിടുന്ന് പർച്ചേസ് ചെയ്യും. പർച്ചേസ് ചെയ്യുക മാത്രമല്ല, കർഷകന്റെ അക്കൗണ്ടിൽ നേരിട്ട് പണം കൊടുക്കും. അങ്ങനെയുള്ള സംസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്, രാജ്യത്തുണ്ട്. കേരളം ഒപ്പിട്ടിരിക്കുന്ന ഡീസെൻട്രലൈസ്ഡ് പൂളിലാണ്. കേരളം ഇത് സംബന്ധിച്ച് ഒരു എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട് കേന്ദ്രവുമായിട്ട്. എനിക്ക് ഇത്തിരി സമയം തരണമെങ്കിൽ ഈ കാര്യം പറയാൻ പറ്റുള്ളൂ. ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ടിരിക്കുന്ന എന്റെ അതിന്റെ കോപ്പിയുണ്ട്. ഞാൻ ഇതൊക്കെ വിവരാവകാശത്തിൽ കിട്ടിയിട്ടുള്ളതാണ്. ആ എഗ്രിമെന്റിന്റെ കോപ്പി എന്ന് പറയുന്നത് ഒപ്പിട്ടിരിക്കുന്നത് സെക്രട്ടറി, ഫുഡ് ആൻഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള. രണ്ട്, അഡീഷണൽ സെക്രട്ടറി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ. മൂന്നാമതൊന്നാള് ശ്രീ GN രാജീവാണ്. അദ്ദേഹം ജനറൽ മാനേജർ FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ തിരുവനന്തപുരം, അവിടുത്തെ ജനറൽ മാനേജരാണ് ഒപ്പിട്ട്. 3 പേരും ഉയർന്ന തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഗവൺമെന്റിന് വേണ്ടി ഏർപ്പെട്ടിരിക്കുന്ന ഒരു കരാറിലെ കാര്യങ്ങളാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അതിലൊന്ന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സംസ്ഥാനം കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്ന ഉറപ്പ്, ഈ MSP ഫണ്ട്, അതായത് മിനിമം സപ്പോർട്ട് പ്രൈസ്, നെല്ലിന്റെ പ്രൈസ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനെ സംബന്ധിച്ച്, നെല്ല് സംഭരണവും സംബന്ധിച്ച് കേരളം കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്ന കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം, ഒരു പോയിന്റ് എന്ന് പറയുന്നത് അത് 5ാം കോളമാണ്. ആ MOUവിലെ 5ാമത്തെ പാരഗ്രാഫാണ്. അതിൽ ഞാൻ മലയാളം പറയാം, ഇംഗ്ലീഷ് ഇത്തിരി ലെന്തിയാണ്. മറ്റൊന്നുമില്ല, കേരളത്തിലെ കർഷകന്റെ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ 48 മണിക്കൂറിനുള്ളിൽ അവന്റെ അക്കൗണ്ടിൽ പണം കൊടുക്കാം. ഈ 48 മണിക്കൂർ എന്നുള്ളത് ഒരു 1 വീക്ക് വരെ മാക്സിമം. വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന എഗ്രിമെന്റിൽ ഇക്കാര്യം പറയുന്നുണ്ട്, 48 മണിക്കൂറിനകം കൊടുക്കാമെന്നുള്ളത്. ഇപ്പൊ കേരളം പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ ആ എഗ്രിമെന്റ് 3, 4, 5 പേജുണ്ട്. അതിൽ വേറൊരു ഭാഗത്ത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എങ്ങനെ സംഭരണം നടത്തണം. കേരളം പോലുള്ള ഡീസെൻട്രലൈസ്ഡ് പൂളിൽ ഈ സംഭരണം നടത്തുന്ന സംസ്ഥാനങ്ങൾ എങ്ങനെ ചെയ്യണം. ഒന്നുകിൽ അവർക്ക് ബഡ്ജറ്ററി റിസോഴ്സിൽ ഈ കർഷകന് തുടക്കത്തിൽ കൊടുക്കാനുള്ള പണം കണ്ടെത്തണം. ഒരു നിമിഷം, അതല്ലെങ്കിൽ ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മൾക്ക് ഈ കണക്കുകൾ അടുത്ത ഘട്ടത്തിൽ വിശദമായി ചർച്ച ചെയ്യാം. എൻ്റെ ചോദ്യത്തിലേക്ക് നേരിട്ട് വരുമോ? കേന്ദ്രം കേരളത്തിന് കൊടുക്കാനുണ്ടോ കുടിശ്ശിക? ശരി, ഞാനത് ഒരു പോയിന്റ് കൂടെ പറഞ്ഞിരുന്നെങ്കിൽ വളരെ കൃത്യമാകുമായിരുന്നു. ഞാൻ അതിലേക്ക് വരാം. ഇപ്പൊ താങ്കളുടെ ചോദ്യം കൊടുക്കാൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് ഇന്ന് സംസ്ഥാനത്തിന്റെ ഫൈനാൻസ് മിനിസ്റ്റർ അദ്ദേഹം ഒരു കണക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ആ കണക്ക് എന്ന് പറയുന്നത് നെല്ല് സംഭരണത്തില് 2017 മുതൽ 2024 വരെ കുടിശ്ശിക 1259 കോടിയുണ്ട്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് 2024-25 വർഷത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് 2601 കോടിയാണ്. ഇത് പറയുമ്പോൾ ശരിയാണെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് അതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. സംസ്ഥാന ഗവൺമെന്റ് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. പ്രകാശം മാഷ് മറുപടി പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ട് 2017-18 മുതൽ 2024 വരെയുള്ള 1259 കോടി ഉറുപ്പിക കിട്ടിയില്ല? അതിനുള്ള മറുപടി പറയാൻ നേരത്താണ് താങ്കൾ ഇടപെടലുണ്ടായത്. കാരണം ഈ അഗ്രിമെന്റിൽ പറഞ്ഞിരിക്കും ഒറ്റ കാര്യം, അതുകൂടെ പറയുമ്പോഴേ അതിന് പൂർണ്ണത കിട്ടും. വളരെ കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനം വളരെ കൃത്യമായി വർഷത്തിൽ 2 തവണ, എഗ്രിമെന്റ് പ്രകാരം 4 തവണ കൊടുക്കാം. പക്ഷെ കേരളത്തിലെ നെൽ കൃഷിയെ സംബന്ധിച്ചോളം നമുക്ക് 2 തവണ എന്തിനു വേണ്ടിയിട്ട് കർഷകർക്ക് കൊടുക്കാൻ, പൈസ കൊടുക്കാൻ അഡ്വാൻസ് പേയ്മെന്റ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടും. 2 തവണ കണക്ക് കൊടുക്കാം. ഈ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഇയർ കഴിഞ്ഞാൽ, അതായത് മാർച്ച് കഴിഞ്ഞാൽ ഏപ്രിലോ മെയ്യിലോ ഫൈനൽ അക്കൗണ്ട് കൊടുത്താൽ ബാക്കി തുകയും കേന്ദ്രം കേരളത്തിന് കൊടുക്കും. ഇതാണ് എഗ്രിമെന്റ്. ഇതോടനുബന്ധിച്ച് ഒരൊറ്റ ഡോക്യുമെന്റൂടെ, ആ ഡോക്യുമെന്റൂടെ പറഞ്ഞെങ്കിലേ ചർച്ച പൂർത്തീകരിക്കുള്ളൂ. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ വിവരാവകാശത്തിൽ കേരള ഗവൺമെന്റിന്റെ പ്രധാന ഏജൻസി, നെല്ല് സംഭരിക്കുന്ന ഒരു ഏജൻസിയുണ്ട് കേരളത്തിൽ. ആ ഏജൻസിയുടെ വിവരാവകാശത്തിൽ ഞങ്ങൾ ചില വിവരങ്ങൾ അവരോട് ചോദിച്ചു. അതിന് അവർ തന്നിരിക്കുന്ന വളരെ കൃത്യമായ മറുപടി 2016-17 ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് കൊടുത്തത് 2023 16-17. 2017-18 ഫൈനൽ അക്കൗണ്ട് കൊടുത്തിരിക്കുന്നത് എന്നാണ് 2024. ഏറ്റവും രസകരമായ കാര്യം, 18 ശേഷം നാളിതുവരെ ഫൈനൽ അക്കൗണ്ട് ആര് കൊടുത്തിട്ടില്ല? കേരളം കേന്ദ്രത്തിന് കൊടുത്തിട്ടില്ല. അതാണ് ഇന്ന് ധനകാര്യമന്ത്രി പറഞ്ഞിരിക്കുന്ന 1259 കോടി എന്ന് പറയുന്നത്.
പ്രകാശം മാഷെ കണക്ക് കൊടുക്കാതെ ആരെങ്കിലും പണം തരും? ശരി. ഇല്ല, തീർന്നില്ല. ഇനി 2024-25 വർഷത്തെ 2601 കോടിയാണ് പിന്നുള്ളത്. അതിനെ സംബന്ധിച്ച് എന്നാ ഈ കണക്ക് കൊടുത്തത് നിങ്ങൾക്കറിയുമോ? ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ കൃത്യമായി ഭക്ഷ്യമന്ത്രിയുടെയും കൃഷിമന്ത്രിയുടെ ഒക്കെ ഓഫീസിൽ നിറങ്ങിയ ഒരാളാണ് ഞാൻ. അവിടെ പോയി മന്ത്രിമാരെ ഉദ്യോഗസ്ഥരെയും കണ്ട അതിന്റെ വിവരങ്ങൾ ഞാൻ എന്റെ അടുത്ത ഘട്ടത്തിൽ ഞാൻ പറയാം. അവര് പറഞ്ഞിരിക്കുന്ന കാര്യം, അന്ന് ഞങ്ങൾ ഡൽഹിയിൽ ഒറ്റ കാര്യം കൂടെ, ബഹുമാന്യനായ സംസ്ഥാന കൃഷിമന്ത്രിയുമായി ഞങ്ങൾ ഈ വിഷയം സംസാരിച്ചിരുന്നു. എവിടെ വെച്ച്? ആലപ്പുഴ ഗസ്റ്റ് ഹൗസിൽ വെച്ച്. അന്ന് ഇവരുടെ കണക്ക് ഈ പറയുന്ന 1250 കോടിയേ ഉള്ളൂ. അതായത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4 ആഴ്ച അല്ലെ 5 ആഴ്ച മുമ്പ്. അതിനുശേഷമാണ് ഈ 2601 കോടി വന്നത്. അതിന്റെ അർത്ഥം കഴിഞ്ഞ വർഷത്തെ കണക്ക് കൊടുത്തിട്ട് 1 മാസം പോലും ആയിട്ടില്ല. അപ്പൊ കേരളത്തിലെ കർഷകനെ കളിപ്പിക്കാൻ, വഞ്ചിക്കുകയാണ്, ചതിക്കുകയാണ്, അവരെ കളിപ്പിക്കുകയാണ്. വ്യക്തമാണ്. വളരെ കൃത്യമല്ലേ? ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, കേരളത്തിലെ ചില മന്ത്രിമാർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? ഇതില് ഈ ചർച്ചയുടെ 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി ആകെ ബാക്കിയുള്ളത് 10 മിനിറ്റാണ്. ഷാജി രാഘവനും അബ്ബാസും യഥാർത്ഥത്തിൽ ഈ പ്രശ്നത്തിന്റെ ഒരു ഭാഗം വിശദീകരിക്കാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിച്ച ആളുകളാണ്. അവർ സംസാരിക്കുന്ന കേട്ടാ തോന്നുക കാർഷിക പ്രതിസന്ധി എന്നുള്ളത് കേരളത്തിന്റെ പ്രത്യേക പ്രശ്നമാണെന്നാണ്. 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ക്രൈം റെക്കോർഡ് ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഈ കഴിഞ്ഞ 11 കൊല്ലക്കാലം കൊണ്ട് ആത്മഹത്യ ചെയ്ത കൃഷിക്കാരന്റെ എണ്ണം 2,10,000 അതിനകത്ത് കേരളത്തിലുള്ള ഒരു കൃഷിക്കാരുടെയും കണക്ക് ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് കൃഷിക്കാർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഗൗരവമായ പ്രശ്നം? കൃഷിക്കാരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല. കാർഷികമായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളെല്ലാം വില കണ്ടമാനം കൂടുന്നു. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തു പരിഹാരം വേണമെന്നതിനെ സംബന്ധിച്ച് അഗ്രികൾച്ചറൽ കമ്മീഷൻ, സ്വാമിനാഥൻ ചെയർമാനായിട്ടുള്ള കമ്മീഷൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെന്റ് കാലത്ത് പറഞ്ഞെന്താ? ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുന്നത് ഉൽപാദന ചെലവിന്റെ കൂടെ 50% വില കൂട്ടിയിട്ടാണ്. C2+50. ഞങ്ങൾ കിസാൻ സഭ ഒരു വലിയ സമരം നടത്തി, ഒരു കൊല്ലം നീണ്ടുന്ന സമരം. ആ സമരത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഞങ്ങളുമായിട്ട് എഗ്രിമെന്റ് ഒപ്പിട്ടു ഇത് നടപ്പിലാക്കുമെന്ന്. അത് പിന്നെ കാര്യം വന്നിട്ട് 4 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. ഏറ്റവും ഒടുവിലത്തെ ബജറ്റ് വന്നു. ഇപ്പോഴും ആ കാര്യം സംബന്ധിച്ച് മുണ്ടാട്ടമില്ല. ഞാൻ ചോദിക്കട്ടെ, കൃഷിക്കാരുടെ ചെലവ് വർദ്ധിക്കുന്നത് എങ്ങനെയാ? ഇന്ത്യ രാജ്യത്ത് വിത്ത് നേരത്തെ എല്ലാം കൃഷിക്കാർ ഉത്പാദിപ്പിച്ച് കൈമാറിയതാണ്. എന്നാൽ എന്താ ഇപ്പോൾ നരേന്ദ്രമോദിയും കോൺഗ്രസ് വന്നതിന് ശേഷമുള്ള ഇന്ത്യയിലെ അവസ്ഥ? ഇന്ത്യയിലുള്ള 60% വിത്ത് വിപണി വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ കൈകാര്യം ചെയ്യുന്നു. അത് ഈ കോൺഗ്രസും അതുപോലെ BJPയും ചേർന്നുണ്ടാക്കിയതാണ്. ഇനി ഇന്ത്യയിലെ വളവിപണി നോക്കുക. ഇന്ത്യ രാജ്യത്തിലെ വളവിപണി നേരത്തെ പ്രാദേശികമായി കൈകാര്യം ചെയ്തതാണ്. കേന്ദ്ര ഗവൺമെന്റ് ഒരുപാട് സ്ഥാപനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, എല്ലാം കൂട്ടിയല്ലോ. ഇന്ന് ഇന്ത്യയിലുള്ള വളവിപണിയുടെ 65% കൈകാര്യം ചെയ്യുന്നത് മോൺസാന്റോ ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളാണ്. ഈ ദുർഗതിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ കൃഷിക്കാരെ ഗൗരവമായി ബാധിക്കുന്നത്. ഇപ്പോ ഇന്ത്യയിലെ കൃഷിക്കാരെ സംബന്ധിച്ച് നമ്മളിപ്പോ കേരളത്തിൽ പരിശോധിക്കുമ്പോൾ കേരളത്തിൽ കാർഷിക രംഗം കൂടി ജീവിക്കുന്ന ആളുകൾ 20%. ഇന്ത്യയിൽ അങ്ങനെയല്ല. ഇതിൽ 60 മുതൽ 70% വരെ ആളുകൾ കാർഷിക മേഖല അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ്. കേരളത്തിൽ വ്യത്യസ്തമായിട്ട് 3 ഇരട്ടി ആളുകൾ. എന്താണ് ഇന്ത്യയിലെ കൃഷിക്കാരുടെ കൂട്ടാത്മഹത്യക്ക് കാരണം? ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല, കേന്ദ്ര ഗവൺമെന്റിന്റെ തെറ്റായ നയങ്ങളാണ്. അതിന് വെള്ളം പൂശാനാണ് ഇവിടെ രാഘവനും അതുപോലെ അബ്ബാസും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ എന്താ? കേരളം നേരത്തെ തന്നെ ഒരു കാര്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് നെല്ലിന് എത്ര വില കൊടുത്താലും 28 രൂപ 20 പൈസക്ക് സംസ്ഥാന ഗവൺമെന്റ് ആ നെല്ലെടുക്കും. അത് ഇപ്പോഴും സംസ്ഥാന ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ 2 കൊല്ലക്കാലമാണ്, ഞാൻ ഇപ്പോ വിവരാവകാശത്തിന്റെ കുറെ കണക്കെടുപ്പ് ഷാജി പറഞ്ഞല്ലോ, കഴിഞ്ഞ 2 വർഷമായിട്ട് ഒരൊറ്റ പൈസ ഈ കേരളത്തില് നെല്ല് സംഭരണത്തിനോ ഏതെങ്കിലും സംഭരണത്തിനോ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചെന്ന് പറയാൻ വേണ്ടി കഴിയുമോ? 2601 കോടി രൂപ കിട്ടാൻ ബാക്കിയുണ്ട്. ഈ ചിങ്ങമാസം പരിശോധിക്കുക. ഈ ചിങ്ങമാസം മാത്രം ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നതല്ല ഞാൻ കേട്ടല്ലോ, നിങ്ങൾ പറയുന്നതല്ല ഞാൻ ഒരു ശബ്ദമില്ലാതെ കേട്ടല്ലോ. ഈ ചിങ്ങമാസം മാത്രം 213 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെ ഇൻസെന്റീവ് ഇനത്തിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് പുറത്താക്കിയിട്ടുണ്ട്. ഇവിടെ പിന്നെ കേരളത്തിലെ കൃഷിക്കാരെ സംരക്ഷിക്കാനുള്ള നടപടികൾ ഇതുപോലെ ഒറ്റ ഗവൺമെന്റ് പേര് പറയട്ടെ. രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. ഇത് തനി രാഷ്ട്രീയമാണ്. നമ്മുടെ രാജ്യത്തിലെ കാർഷിക മേഖലയാകെ തന്നെ കോർപ്പറേറ്റുകൾക്ക് അടിയറവെക്കാനുള്ള കോൺഗ്രസിന്റെ BJPയുടെ രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഇന്ത്യയിലെ കൃഷിക്കാരൻ ഇത് അനുഭവിക്കുന്നത്. അവരെ വെള്ളം കൂട്ടാൻ വേണ്ടിയിട്ടാണ് രാഘവനും അതുപോലെ അബ്ബാസും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. കേരളത്തിലെ ഗവൺമെന്റ് എല്ലാ കാര്യങ്ങളും തീർത്തുകളഞ്ഞൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും, കഴിഞ്ഞ 9 കൊല്ലക്കാലമായിട്ടുള്ള കേരള ഗവൺമെന്റ് കൃഷിക്കാരന്റെ കൂടെ നിന്ന ഗവൺമെന്റാണ്. അവന്റെ താല്പര്യങ്ങളെ ഏറ്റവും വലിയ നിലക്ക് മാനിക്കാൻ മുന്നോട്ട് വന്ന ഗവൺമെന്റാണ്. ഈ കേരളത്തില് കാർഷിക രംഗത്തുള്ള പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ച പണം എത്രയാ? കോടികളാണ് സംസ്ഥാന ബജറ്റ്. കേന്ദ്ര ബജറ്റ് വന്നല്ലോ, ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ബജറ്റിൽ സബ്സിഡി പണം കുറച്ചില്ലേ? അതുപോലെ തന്നെ നിങ്ങൾക്ക് വള സബ്സിഡി വെട്ടി കുറച്ചില്ലേ? സംഭരണത്തിലുള്ള വില പിന്നെ പണം കുറക്കാൻ വേണ്ടി തീരുമാനിച്ചില്ലേ? എന്നിട്ട് NRGയുടെ പണം വെട്ടിക്കുറക്കാൻ തീരുമാനിച്ചില്ലേ? ഒരക്ഷരം ഉണ്ടാകാനുള്ള കരുത്ത് രാഘവനില്ല, അതുപോലെ അബ്ബാസിന് ഉണ്ടാവില്ല. കാരണം അവര്
കേന്ദ്ര നയത്തിന്റെ മൂടുതാങ്ങുന്ന നിലപാടാണ്. അവർക്ക് ഒറ്റ അജണ്ടയുള്ളൂ, എങ്ങനെയെങ്കിലും കേരള ഗവൺമെന്റിനായിട്ട് ഈ കാര്യത്തിൽ ഇരിക്കണം. കേരളത്തിലെ ഗവൺമെന്റ് കൃഷിക്കാർക്ക് അനുകൂലമായ ഗവൺമെന്റ് ആണ്. ഒരു സംസ്ഥാന ഗവൺമെന്റ് പരിധിയിൽ നിന്നുകൊണ്ട് എന്ന് കൃഷിക്കാർക്ക് അറിയാം. ഇപ്പോ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നല്ലോ കേരളത്തിലെ റബ്ബറിന്റെ വിഷയം. എന്താ റബ്ബറിന്റെ വിഷയത്തിൽ കേരള ഗവൺമെന്റ് പ്രഖ്യാപിച്ചത്? എത്ര വില കുറഞ്ഞാലും 170 രൂപ റബ്ബറിന് വില കൊടുക്കുന്നത് പ്രഖ്യാപിച്ച ഗവൺമെന്റ് കൃത്യമായി കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നെല്ല് സംഭരിക്കാൻ തീരുമാനിച്ച ഈ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ആണ്. പച്ചക്കറിക്ക് ധാന്യം പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ആണ്. അതുപോലെ നെല്ലിന് നെൽവേലിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇൻസെന്റീവ് കൊടുക്കുന്ന ഗവൺമെന്റ് ഈ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് കൃഷിക്കാരാകെ രക്ഷപ്പെട്ട ഒന്നുമല്ല. പക്ഷേ കൃഷിക്കാർക്ക് വേണ്ടി അനുകൂലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഗവൺമെന്റിനെ ഇകഴ്ത്തി കാണിച്ച് കൃഷിക്കാരുടെ മേലെ ഇതെല്ലാം അടിച്ചേൽപ്പിക്കുന്ന നരേന്ദ്രമോദിയെ ആരംഭിച്ച കോൺഗ്രസിനെ അതിന് വെള്ളപൂശുന്നത് കൃഷിക്കാരുടെ താല്പര്യമല്ല. കാർഷിക രംഗത്തെ വിഷയങ്ങളിൽ തീർച്ചയായും രാഷ്ട്രീയമുണ്ട്. കോൺഗ്രസിന്റെ നിലപാട് ആണോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക്? അവർ BJP നിലപാടാണോ? അപ്പൊ അവര് കൃഷിക്കാരെ മുച്ചൂട് മുടിക്കുകയാണ്. ഞാൻ പറഞ്ഞ പിന്നിട്ട് പോയ 11 കൊല്ലം കൊണ്ട് 2,10,000 കൃഷിക്കാർ ആത്മഹത്യയിരിക്കുന്ന രീതിയിൽ മഹാരാഷ്ട്രയിൽ മാത്രം ഈ കഴിഞ്ഞ 2024 മാർച്ചിന് ചേർന്ന് ആത്മഹത്യ കണക്ക് പരിശോധിക്കുക 660. എങ്ങനെയാണ് കേരളത്തിൽ മാത്രം വിഷയമായിട്ടാണ് കാര്യം ചർച്ച ചെയ്യുന്നത്. അപ്പോ രാഷ്ട്രീയ ഉദയത്തോടെ കൃഷിക്കാരന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെ ഞാൻ പറയുന്നത്. നിർഭാഗ്യവശാൽ ഇവിടെ കോൺഗ്രസ്, BJP അവർക്ക് വേണ്ടി സംസാരിക്കുന്ന ഷാജി രാഘവൻ, അതുപോലെ തന്നെ അബ്ബാസ്, അവർ ചെയ്യുന്നത് കൃഷിക്കാരെ വഞ്ചിക്കലാണ്, സത്യത്തിൽ നിന്ന് അവരെ വഴിമാറ്റലാണ്. ചെയ്യേണ്ടത് കൃഷിക്കാർ ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തിലെ കൃഷിക്കാരോട് അന്യായം കാണിക്കുന്ന കേന്ദ്രത്തിന്റെ ഈ തെറ്റായ നയങ്ങൾക്കെതിരെ കേരള ഗവൺമെന്റ് കൊണ്ടുവന്നിട്ട് പോരടിക്കണം. അതുകൊണ്ട് മാത്രം കൃഷിക്കാരൻ താല്പര്യം സംരക്ഷിക്കാൻ കഴിയുന്നതിന് യാതൊരു തർക്കമില്ല. ശ്രീ അബ്ബാസ്, നിലവിലെ സർക്കാർ താങ്ങുവിലകളും സംഭരണ പദ്ധതികളും കർഷകരെ സംബന്ധിച്ച് തൃപ്തികരമാണോ? തൃപ്തികരമല്ല. കാരണം ഇപ്പോൾ പുതിയ ഈ ഫസ്റ്റ് ക്രോപ്പ് നെല്ല് എടുക്കണമെന്നുണ്ടെങ്കിൽ സപ്ലൈകോയ്ക്ക് ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം. എന്തെന്നാൽ കേന്ദ്രത്തിൽ നിന്നോ കേരളത്തിൽ നിന്നോ പണം കിട്ടിയില്ലെങ്കിൽ സപ്ലൈകോ നെല്ലിന്റെ വില തരില്ല എന്ന് ഒരു ക്ലോസ് അതിൽ വെച്ചിട്ടുണ്ട്. ഈ നെല്ല് എടുക്കുന്നതിനുള്ള രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യുന്നതിൽ. അപ്പോൾ ആ എഗ്രിമെന്റിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടിയില്ല എന്ന് പറഞ്ഞ് മുൻകാലങ്ങളിൽ കോടതിയെ സമീപിച്ച പോലെയോ ഉപഭോക്തൃ കോടതിയെ സമീപിക്കാനോ സമരം ചെയ്യാനോ നമുക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത വിധത്തിലാണ് പുതിയ സപ്ലൈകോ രജിസ്ട്രേഷനിലുള്ള ക്ലോസ് വെച്ചിട്ടുള്ളത്. കിഫ ഇതിനു മുമ്പ് കോടതിയിൽ 23 കോടതിയിൽ പോയിട്ടുണ്ട് നെല്ലിന് വില കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അത് പല പ്രാവശ്യം കോടതി ഡേറ്റുകൾ കൊടുത്തു, സപ്ലൈകോയ്ക്ക് കൊടുക്കണം, ഈ ആഴ്ചത്തിനുള്ളിൽ കൊടുത്തിട്ട് നിങ്ങൾ വിവരം തരണം പറഞ്ഞു. ഒന്നും നടന്നില്ല. അത് കടമെടുക്കുന്നവൻ കടമെടുത്തിട്ട് തന്നെ ഇരുന്നു. അല്ലാത്തവർക്ക് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ നെല്ലിന്റെ പൈസ കിട്ടിയത്. ഇവിടെ കർഷകന് ഉണ്ടോ ഹാപ്പി ഓണം എന്ന് ചോദിച്ചാൽ പൈസ കിട്ടാത്തതുകൊണ്ട് ഹാപ്പി ഓണം ഇല്ല എന്ന് തന്നെയാണ് കാര്യം. ബഹുമാനപ്പെട്ട പ്രകാശ് മാഷ് പറഞ്ഞു രാഷ്ട്രീയ കേന്ദ്രത്തെ താങ്ങി നിർത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നതെന്നല്ല. ഷാജി നേരത്തെ പറഞ്ഞതുപോലെ നിയമം അങ്ങനെയാണ്. 24 മണിക്കൂറിനുള്ളിൽ 48 മണിക്കൂറിനുള്ളിൽ പൈസ കൊടുക്കണം എന്നാണ് നെല്ല് അളന്നു കഴിഞ്ഞാൽ. ശ്രീ അബ്ബാസ്, അതിൽ കേരളത്തെ മാത്രം കുറ്റം പറയുന്നതിൽ അർത്ഥമുണ്ടോ? ഉണ്ട്. അതാണ് താങ്കൾ ഇടപെട്ട് സംസാരിക്കാൻ അനുവദിക്കാത്തത്. അവിടെ എഗ്രിമെന്റ് എന്തെങ്കിലും ഉണ്ട് സാറേ? നിങ്ങൾ എന്താ അത് ചർച്ച ചെയ്യാത്തത്? നിങ്ങൾക്ക് പ്രകാശ് മാഷ് പറയുന്ന രാഷ്ട്രീയമല്ല ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ കർഷകരുടെ പരിസരത്ത് നിന്ന് സംസാരിക്കുന്നത്. പ്രകാശ് മാഷിന്റെ പാർട്ടി ശ്രീ അബ്ബാസ് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഞാൻ താങ്കൾക്ക് അവസരം തരാം. താങ്കളുടെ ചോദ്യത്തിൽ പോലും മിസ്റ്റേക്ക് ഉണ്ട്. ഞാൻ താങ്കൾക്ക് അവസരം തരാം. 5 വർഷം 3 രൂപ 40 പൈസ കേന്ദ്രം കൂട്ടിയപ്പോൾ, MSPയിൽ കൂട്ടിയപ്പോൾ കേരള ഗവൺമെന്റ് കുറയ്ക്കുകയാണ് ചെയ്തത്. ആ തുക ആനുപാതികമായി കുറയ്ക്കുകയാണ് ചെയ്തത്. കർഷകരെ സഹായിക്കുകയാണോ അത്? ഈ 5 വർഷവും വില കൂടാതെ ഈ ഉൽപ്പന്നങ്ങൾ കൃഷി ചെലവ് കുറഞ്ഞു വരികയാണോ ചെയ്തിരുന്നത്? പിന്നെ എവിടെയാ കർഷകരെ സഹായിച്ചു എന്ന് പറയുന്നത്? അതിന് രാഷ്ട്രീയത്തെ കൊണ്ട് കൊടുത്ത് കാര്യങ്ങൾ മാറ്റി കളയാമെന്ന് പ്രകാശ് മാഷി ഉദ്ദേശിക്കുകയാണെങ്കിൽ അത് ശരിയല്ല. ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞത്. ഞാൻ ഈ രാഷ്ട്രീയങ്ങളിൽ ഏതും ഇല്ല. ഞാൻ സ്വതന്ത്ര കർഷക സംഘടനയുടെ പ്രതിനിധിയാണ്, കിഫ. അതിൽ പാലക്കാട് ജില്ലാ സെക്രട്ടറി കൂടിയാണ്. എനിക്കങ്ങനെ എല്ലാ പാർട്ടിക്കാരെയും എനിക്ക് കൊള്ളാവുന്നതാണ്. എല്ലാ പാർട്ടിക്കാരോടും സമദൂരം തന്നെ
സ്വീകരിക്കുന്ന ആൾ തന്നെയാണ്. ഞാൻ പാർട്ടിയുടെ ഒരു ഔദ്യോഗിക സ്ഥാനങ്ങളും ഞാൻ വഹിക്കുന്ന ആളല്ല. ശരി, ശ്രീ പ്രകാശൻ മാസ്റ്റർ അദ്ദേഹത്തിനുള്ള മറുപടി. ഇവിടെ ഞാൻ ഈ രണ്ടുപേരോട് ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഏതെങ്കിലും ഭക്ഷ്യധാന്യം സംഭരിക്കുന്ന BJPയുടെ കോൺഗ്രസിന്റെ ഒരു ഗവൺമെന്റിന്റെ പേര് പറയട്ടെ? അങ്ങനെ ഒരു ഗവൺമെന്റ് ഇല്ലല്ലോ. പിന്നെ നെല്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെല്ലും റബ്ബറുമായിട്ട് 170 രൂപയിൽ എത്ര കുറഞ്ഞാലും 170 തരും റബ്ബർ. അതുപോലെ തന്നെ താങ്ങുവില എത്രമാത്രം നെല്ലിൻ്റെത് കുറഞ്ഞാലും 28-20 തരും. അതല്ലേ കേരള ഗവൺമെന്റ് തീരുമാനിച്ചത്? അത് കൊടുക്കുന്നുണ്ടല്ലോ. അത് കൊടുക്കാനല്ലേ ഇപ്പൊ ഗവൺമെന്റ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു കാരണവശാലും ഗവൺമെന്റിനെ കൊടുക്കാതിരിക്കാൻ ആരാ നിലപാട് സ്വീകരിക്കുന്നത്? അതല്ലേ ചർച്ച ചെയ്യേണ്ടത്. അത് ചർച്ച ചെയ്യുമ്പോൾ കേന്ദ്രമാണ്. കേന്ദ്രത്തെ കുറിച്ച് ഒരൊറ്റ വാക്ക് അവർ പറയില്ല. ഇവർ രണ്ടുപേരും കേരള ഗവൺമെന്റ് ഒരുപാട് അവർ മത്സിച്ചു. എന്നാൽ കേന്ദ്രത്തിന് ഒരു വാക്ക് പറയണ്ടേ? കൃഷിക്കാരനെ ഈ ഗുരുതാവസ്ഥയിലാക്കിയിട്ടുള്ള കേന്ദ്രത്തെ കുറിച്ച് ഒരക്ഷരമൊക്കെ പറയാനില്ല. ഇപ്പൊ മാർക്കറ്റിൽ ഏറ്റെടുക്കുന്ന സംവിധാനമില്ല. ഇവിടെ ഇഷ്ടം പോലെ ആർക്കും വളമുണ്ടാക്കി തോന്നി വില നേരത്തെ അങ്ങനെയല്ലോ. അതുപോലെ തന്നെ വിത്ത് കൃഷിക്കാരൻ സംഭരിക്കാൻ പാടില്ല, കമ്പനികൾ കൊണ്ടുതരും. ഇതെല്ലാം ആരും കൊണ്ടുവന്ന കൃഷിക്കാരൻ മുടിക്കുന്നത് അത്ര കാര്യമല്ലേ? ഇന്ത്യയിൽ ഏതെങ്കിലും ഉണ്ടോ രാത്രിയുള്ള കമ്പനി ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നത്? ഇവിടെയുണ്ടല്ലോ FACT. എന്താ കൂട്ടിപ്പോയത്? കേന്ദ്ര നിലപാടുകൊണ്ടല്ലേ. അപ്പൊ ഒരു ഭാഗത്ത് കൃഷിക്കാരന് മുച്ചൂട് മുടിക്കാൻ, കാർഷിക രംഗത്തെ കോർപ്പറേറ്റുകൾ കടിയറവാക്കാൻ എന്തെന്തു കാര്യങ്ങൾ. ഒരു പ്രസംഗത്തിന് സമയം തരുമെങ്കിൽ ഞാൻ 1 മണിക്കൂർ സമയം കേന്ദ്രം കൃഷിക്കാരന്റെ ശവക്കുഴി തോണ്ടുന്ന നിലപാടുകൾ സംബന്ധിച്ച് പറയാം. അതിനെക്കുറിച്ച് ഷാജിക്ക് മിണ്ടാൻ നാവ് പൊങ്ങില്ല, എനിക്ക് അബ്ബാസിന് മിണ്ടാൻ നാവ് പൊങ്ങില്ല, എനിക്കറിയാം. പിന്നെ ഇഫ എന്ന് പറയുന്ന സംഘടന എന്താണെന്നുള്ളത് കർഷക സംഘടന എനിക്കറിയാം. എല്ലാ കാലത്തും ഈ പറയുന്ന പോലെ വൻകിട കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് കൃഷിക്കാരനെ വഞ്ചിക്കാൻ നിലപാടെടുക്കുന്ന സംഘടന. അത് ആർക്കറിയാതിരിക്കുന്നത്? ഏത് വിഷയത്തിന്റെ നിലപാട് എങ്ങനെയാണ്? നിങ്ങൾ കോൺഗ്രസ് ആണോ BJP ആണോ എന്ന് പറയുന്നില്ല, ശരി. പക്ഷേ ഫലത്തിൽ കൃഷിക്കാരനെതിരായ നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. കേരളത്തിലെ കൃഷിക്കാർക്ക് അറിയാം. ഇവിടെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ചെയ്യുന്ന ഒരു നല്ല കാര്യം അംഗീകരിക്കില്ല. കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്ന കൃഷിക്കാർക്കെതിരായിട്ട് ഒരു കാര്യത്തെ കുറിച്ച് ഒരക്ഷരം വിട്ടില്ല. അവർക്കെതിരായിട്ട് ഒരു വാക്ക്, ഇടത്തിട്ട് നാവ് വലത്തിട്ട് ഒരു വാക്ക് പറയില്ല. കുറ്റം പറയുന്ന ആരെയാ? കൃഷിക്കാരുടെ കൂടെ നിന്ന് അവർക്ക് വേണ്ടിയിട്ട് പാടുപെടുന്നുകൊണ്ടിരിക്കുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റിനെ, അതിലെ കൃഷികാര്യ മന്ത്രിയെ. എന്നിട്ട് വിവരാവകാശ നിയമം അനുസരിച്ച് രേഖകൾ ശേഖരിച്ച് ഞങ്ങളെ തിരിക്കാൻ വേണ്ടിയല്ലേ? അതിനുവേണ്ടിയാണ് രേഖ ശേഖരിക്കുന്നത്. എന്താ ഇന്ത്യയിലെ രേഖ നമുക്ക് കിട്ടില്ലേ? ഈ കഴിഞ്ഞ ബജറ്റിലെ അലോക്കേഷൻ, ഇപ്പോഴത്തെ അലോക്കേഷൻ എന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു വിളയുടെ സംഭരണത്തിന് ആവശ്യമായ നിലപാടുകൾ ഏതെങ്കിലും ഗവൺമെന്റ് ഇന്ത്യയിൽ സ്വീകരിച്ചോ? താങ്കളെ സംബന്ധിച്ചുള്ള നിലപാട് ഏറ്റവും ഒടുവിലെന്താ പറയണ്ടേ? സംഭരിക്കാനുള്ള സംവിധാനം മണ്ടികളുണ്ടോ ഇപ്പൊ ഇന്ത്യ രാജ്യത്ത്? കേരളം കഴിഞ്ഞാൽ പശ്ചാത്തലത്തോട്ട് മണ്ടികളിലാണല്ലോ പിന്നെ ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കൾ തേടുക. ഇന്ന് മണ്ടികളുണ്ടോ? കൂട്ടിയിടുന്ന ആരാ? മണ്ടികൾ ഉണ്ടെങ്കിൽ തന്നെ അവിടെ മിനിമം റേറ്റ് ഉണ്ടോ? ഇന്ന് റേറ്റ് വരേണ്ടത് കേന്ദ്ര ഗവൺമെന്റല്ലേ? പറയുന്നില്ലല്ലോ. ഒരു കൃഷിക്കാരനെ ചവിട്ടി അരച്ചിട്ട് അവർക്ക് വലിയ അവാർഡ് കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ കൃഷിക്കാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വലിയ ഇലക്കപാട് വിടുന്നു. കേരള ഗവൺമെന്റ് കൃഷിക്കാരനെ ചവിട്ടി അരക്കുന്നു. ഇതൊന്നും ന്യായമല്ല എന്ന് ഞാൻ പറയുന്നുള്ളൂ. സത്യമായി കാണണം. പ്രകാശ് മാസ്റ്റർ, താങ്കളിലേക്ക് മടങ്ങി വരാം. നമ്മളിത് ഒരു രാഷ്ട്രീയ ചർച്ചയല്ല, കർഷകരുടെ പ്രശ്നങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്ന വിഷയമാണ്. ശരി, ഞാൻ മടങ്ങി വരാം. ശരി, ശ്രീ ഷാജി രാഘവൻ, താങ്കൾ ഈ നെൽകർഷകരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി രൂപീകരിച്ച ഒരു സമിതിയിൽ അംഗമായിരുന്നല്ലോ. എന്താണ് ഇതുവരെയുള്ള കണ്ടെത്തലുകൾ? അല്ല, താങ്കൾ പ്രകാശൻ മാഷിനോട് പയർ എത്രാന്ന്, അരി എത്രാന്നാ ചോദിച്ചത്. മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പയർ അഞ്ഞാഴിന്നാണ്. അത് പ്രകാശൻ മാഷിന്റെ കുഴപ്പമല്ല. ഈ ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് വരുന്നവരെ അല്ലല്ല, ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് പറയാൻ വരുന്നവരൊക്കെ വലിയ പ്രതിസന്ധിയിൽ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെപ്പറ്റി പറയുന്നത് താങ്കൾ ചോദിച്ച ഇവിടുത്തെ കർഷകരൊക്കെ ചോദിച്ച ചില കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? ആഗോളകർ, നിങ്ങൾ നരേന്ദ്രമോദിക്ക്, താങ്കൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ചെരുപ്പിടാതെ ഡൽഹി പോയി സമരം നടത്തിയതൊക്കെ ഞങ്ങൾക്കറിയാം. താങ്കൾ പറയുന്നത് കേട്ട് കേരളത്തിൽ കർഷക ആത്മഹത്യയില്ലെന്ന്. ഇവിടെ ഒരു കർഷകൻ പറഞ്ഞു തുടങ്ങിയത് തന്നെ ഈ കുട്ടനാടും തിരുവല്ലയിലും ഒക്കെ. ഞാൻ അതിന്റെ ആദ്യാവസാനം അതിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. സാർ, ഏറ്റവും അധികം ആത്മഹത്യ നിരക്കുള്ള സംസ്ഥാനത്തിലൊന്ന് കേരളമാണ്. എണ്ണം കുറവായിരിക്കും, കേരളം ചെറിയ സംസ്ഥാനമാണ്. ഞാൻ അതിന്റെ കണക്കുകൾ വേണമെങ്കിൽ വേറെ അവസരത്തിൽ താങ്കളോട് പറഞ്ഞുതരാം. അതവിടെ നിൽക്കട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. നമ്മളിപ്പോ ഈ ചർച്ച ചെയ്ത വിഷയം എന്താ? ഓണത്തിന് കർഷകന് നെല്ലിന്റെ പണം കിട്ടാത്ത കാര്യമല്ലേ സാറേ? അതിനെപ്പറ്റി താങ്കൾ പറഞ്ഞു പോയപ്പോ ഡൽഹി പോയ സമരവും നിങ്ങൾ നരേന്ദ്രമോദിയെ തൂക്കിക്കൊന്നോളൂ. ഒരു വിരോധം. നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയത്തിലോട്ട് വരൂ. കേന്ദ്രം എടുത്ത നിലപാട് എന്തു ആയിക്കോട്ടെ, കേരളത്തിലെ നെൽകർഷകന്റെ വിഷയത്തിൽ കേന്ദ്രം എടുത്ത നിലപാടിൽ എന്താണ് അപാകത എന്ന് അക്കമിട്ട് പറയാമെങ്കിൽ ഞാൻ ഈ പണി അവസാനിപ്പിക്കാം സാറേ.
ഞാൻ സാറിനോട് ചോദിച്ചല്ലോ, വിവരാവകാശത്തിൽ താങ്കളുടെ നേതൃത്വം കൊടുക്കുന്ന, താങ്കളുടെ പാർട്ടി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റിന്റെ കീഴിലുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എനിക്ക് തന്നിട്ടുള്ളതാണ്. 2600 കോടി തന്നില്ല. അല്ല, അതിനുള്ള കാര്യം ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് പ്രകാശ് മാഷ ഞാൻ പറയട്ടെ ഇവിടെ 1000-ഓളം പഞ്ചായത്തുകളിലെ കൃഷി ഓഫീസർ തുടങ്ങി വകുപ്പ് സെക്രട്ടറി വരെ 14,000 പേര് നിങ്ങൾക്ക് പണിയെടുക്കുന്നുണ്ട്. ഇവർക്ക് എന്നാ പണി? നിങ്ങൾ എന്തേ 2017 ശേഷം കണക്ക് കൊടുക്കാത്ത? ഇടപെടില്ലേ? ഞാൻ പറയാം. പ്രകാശ് മാഷെ, വിഡ്ഢിത്തം ഞാനാണോ താങ്കളാണോ എന്ന് പറയുന്നത് കേൾവിക്കാർ ശ്രദ്ധിച്ചോളൂ. ഞാൻ ബാക്കിയോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. അതെ, അതായിക്കോട്ടെ. ഒരു അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കിക്കൊള്ളട്ടെ. അല്ലല്ല, അദ്ദേഹം പറയുന്നത് പറഞ്ഞു പൂർത്തിയാക്കൂ. ഞാനാണോ അദ്ദേഹമാണോ ഈ കാര്യത്തിൽ അബദ്ധങ്ങൾ പറയുന്നെന്നുള്ളത് കേൾവിക്കാര്, കാഴ്ചക്കാര്, നിങ്ങളുടെ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ മാഷിനോട്. മാഷെ, കഴിഞ്ഞ 10 വർഷമായിട്ട് കിട്ടിയിരിക്കുന്ന തുക, അതും എൻ്റെ കണക്കുണ്ട്. 10,662 കോടി രൂപ കേന്ദ്രം കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. എന്തിന്? നെല്ല് സംഭരണത്തിനായി. ഒന്നുകൂടെ മാഷെ കേൾക്കണം. 10,662 കോടി രൂപ. അത് അഡ്വാൻസ് ആണ്. ആ കൊടുത്ത കാര്യത്തിൽ അത് 2024 വരെ കൊടുത്ത കണക്കാ. ഞാൻ ഇയർ വൈസ് കണക്ക് വേണേ പറയാം, സമയമില്ലാത്തതാണ്. ഇയർ വൈസ് കണക്ക് എൻ്റെ കയ്യിലുണ്ട്. ഇതില് അഡ്വാൻസ് കിട്ടിയിട്ട് 2017-18 ശേഷം നിങ്ങൾ കണക്ക് കൊടുത്തിട്ടില്ല സാർ. ഇത് പറഞ്ഞത് ആരാന്നറിയോ? ഷാജി രാഘവനല്ല, നിങ്ങളുടെ ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരളത്തിലെ നെല്ല് സംഭരിക്കുന്ന സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ MD ആയിട്ടുള്ള അദ്ദേഹത്തിന്റെ പേര് വരെ ഞാൻ പറയാം. അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത്. 2017-18 ശേഷം 2024 വരെ കണക്ക് കൊടുത്തിട്ടില്ല. നിങ്ങൾ ഈ കണക്ക് കൊടുക്കാതെ കേന്ദ്ര പണം തന്നില്ല എന്ന് പറയുന്നത് ആരെ പറ്റിക്കാനാണ്? ഒരു ക്ലാരിഫിക്കേഷൻ തേടിയതിനു ശേഷം തിരിച്ചു വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, കണക്ക് കൊടുത്തിട്ടില്ല എന്നുള്ള ഇവരുടെ അവകാശവാദം യാഥാർത്ഥ്യമാണോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യത്തെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ബഹുമാനപ്പെട്ട കേരള കൃഷികാര്യമന്ത്രിയും ഇപ്പോ നിയമസഭാ രേഖ എന്ന് പറയുന്നത് അത് ഓപ്പൺ ഡോക്യുമെന്റ് അല്ലേ? അന്യായമായിട്ടുള്ള പറഞ്ഞാൽ കേസെടുക്കാലോ. അവിടെ ഈ പറഞ്ഞ അവകാശം കേസെടുക്കാലോ. നിയമസഭക്കകത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കൃഷികാര്യമന്ത്രിയും കേന്ദ്ര ഗവൺമെന്റ് തരാനുള്ള കുടിശ്ശികയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് 2,601 കോടി രൂപ നെൽകൃഷിക്കാർക്ക് സബ്സിഡി ഈ കഴിഞ്ഞ 2 കൊല്ലം കണക്ക് കൊടുത്തോ സാറേ? അല്ല, നിങ്ങൾ നിയമസഭയെ പറഞ്ഞതുകൊണ്ട് കേന്ദ്രം പണം തരുമോ? നിങ്ങൾക്ക് കിട്ടാനുള്ള, നമുക്ക് കേരളത്തിലെ കർഷകന് കിട്ടാനുള്ള പണത്തിന്റെ കണക്ക് 2017-18 ശേഷം കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രിയും നിങ്ങൾ വെറുതെ പറയണ്ട. കൊടുത്ത കണക്കുകൾ കേരള ഗവൺമെന്റ് നിയമസഭയിൽ വെച്ചിട്ടുണ്ട്. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന്റെ MD ആയിട്ടുള്ള ദീപു MR, അദ്ദേഹം അഡീഷണൽ ജനറൽ മാനേജർ പർച്ചേസിന്റെ സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, ഇവർ തന്നിട്ടുള്ള വിവരാവകാശത്തിലെ മറുപടിയാണ് സാർ. ഞാൻ ഒരു വട്ടം കൂടെ ആവർത്തിക്കാം. ആരുടെ അടുത്താ സാർ നിങ്ങൾ ഈ കള്ളം പറയുന്നത്? നിങ്ങൾക്ക് എത്ര കാലം കേരളത്തിലെ കർഷകരുടെ അടുത്ത് കള്ളം പറയാൻ പറ്റും? കർഷകരുടെ പേരിൽ ഈ സംസ്ഥാനത്ത് പാർട്ടി വളർത്തിയതാണ്. നിങ്ങൾ രാഷ്ട്രീയം പറയുമ്പോൾ നിങ്ങൾ കർഷകനെ കൃഷിയുടെ പേരിൽ ഈ കേരളത്തിൽ രാഷ്ട്രീയം വളർത്തിയ പാർട്ടിയാണ്. പച്ചക്കള്ളം എന്ന് പറയാമോ? ഇതൊരു മര്യാദ. ശ്രീ ഷാജി, സംസ്ഥാന ഗവൺമെന്റ് അത് സംബന്ധിച്ച് നിയമസഭയിൽ പറഞ്ഞ് കളഞ്ഞു പരിശോധിക്കുക. അല്ലാതെ എന്തൊക്കെ പരിശോധിച്ചിട്ട് കോർപ്പറേഷൻ തന്ന വിവരാവകാശത്തിൽ തന്ന കണക്കാണ് ഞാൻ ഈ പറയുന്നത്. പറഞ്ഞിട്ടില്ലേ രാഘവ? ശ്രീ അബ്ബാസ്, ഇവർ പറയുന്നത് ഗവൺമെന്റ് ഗസ്റ്റ് വെച്ച് കൃഷിമന്ത്രിയെ കണ്ട ആളാണ് നിങ്ങൾ. വളരെ പച്ചക്കള്ളം നിങ്ങൾ പറയാറില്ലേ? പച്ചക്കള്ളം പറയുന്നത് നിങ്ങൾ കണക്ക് ചെയ്യിക്കുന്നതന്നെ ഷാജി, ഒരു നിമിഷം ശ്രീ ഷാജി, ഒരു നിമിഷം എന്നോട് ചോദിച്ചൊരു ചോദ്യത്തിന് ശ്രീ ഷാജി, പ്രകാശൻ മാസ്റ്റർ മറുപടി പറഞ്ഞതിന് ശേഷം താങ്കൾക്ക് അവസരം തരാം.
പ്രകാശൻ മാസ്റ്റർ മറുപടി പറഞ്ഞതിന് ശേഷം ശ്രീ ഷാജിക്ക് അവസരം തരാം. പ്രകാശൻ മാസ്റ്റർ മറുപടി പറഞ്ഞോളൂ. ഒരു മിനിറ്റ്, ഞാൻ താങ്കൾക്ക് അവസരം തരാം. താങ്കൾക്ക് തീർച്ചയായും അവസരം തരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, കേരളത്തിലെ ഈ കാര്യങ്ങൾ സംബന്ധിച്ച ഏറ്റവും ആധികാരികമായ കണക്ക് നിയമസഭയിൽ വെച്ചിട്ടുള്ളതാണ്. കൃഷിക്കാരുടെ കണക്ക് വെച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയുടെ കണക്ക് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വരെയുള്ള സമ്പൂർണ്ണമായ കണക്ക് കേരള. ശരി, ശ്രീ ഷാജി താങ്കൾക്ക് പറയാം. പിന്നെ നിങ്ങൾക്ക് ഏതോ വിവരാവകാശ നിയമം, അതുപോലെ സിവിൽ സപ്ലൈസിന്റെ സെക്രട്ടറി, അദ്ദേഹത്തെക്കാൾ മേലെയല്ലേ സിവിൽ സപ്ലൈസ് മന്ത്രി, അതിനേക്കാൾ മേലെയല്ലേ കൃഷിമന്ത്രി, അതിനേക്കാൾ മേലെയല്ലേ പിന്നെ മുഖ്യമന്ത്രി, അവർ വെച്ച കണക്ക് അല്ലല്ല, ഞാൻ 17-18 വരെ ഉള്ളത് ഡേറ്റ് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. കേരളം കൊടുത്തത് 2023-24 16-17 കണക്ക് കൊടുത്തത്. താങ്കൾ പറയുന്നത് ഞാൻ വാദത്തിന് അംഗീകരിക്കാം. താങ്കൾക്ക് പറയാൻ തയ്യാറുണ്ടോ 2024 വരെയുള്ള കണക്ക് കേരളം എന്നാണ് കേന്ദ്രത്തിന് കൊടുത്തത്? ഞാൻ വെല്ലുവിളിച്ച് പറയുന്നു, 16-17 കണക്ക് കൊടുത്തത് പോലും 2024 അതിനുശേഷമുള്ള 17-18 ശേഷമുള്ള കണക്ക് കൊടുത്തുവെന്ന് പ്രകാശ് മാഷ് പറയുന്നെങ്കിൽ അത് ജനങ്ങൾക്ക് ബോധ്യം വരുന്ന രീതിയിൽ എന്ന് കൊടുത്തെന്ന് നിങ്ങൾ പറയുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 1 മാസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിലെ കൃത്യമായ വകുപ്പ് മന്ത്രി, വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ച ചെയ്ത ഒരാളാണ്. കേരളത്തിന്റെ കണക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ബോധ്യത്തിലാണ് വിവരാവകാശത്തിൽ കേരളത്തിൽ തപ്പിയെടുക്കുന്നത് ഈ കണക്ക്. അവർ വിവരാവകാശത്തിൽ തന്ന കണക്ക് പോലും പ്രകാശ് മാഷിനെ പോലുള്ളവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ ഈ വിഷയങ്ങളൊക്കെ എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇനി നാളെ ചർച്ച ചെയ്യും? എന്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യാൻ പറ്റുമെന്നേ? ഇതൊക്കെ പാവപ്പെട്ട കർഷകനെ ദ്രോഹിക്കുന്നതിന് സമമല്ലേ? നീ നിലപാട് അവസാനിപ്പിക്കണം. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അബ്ബാസ്, അടുത്ത വിളവെടുപ്പ് കാലത്തേക്ക് നോക്കുമ്പോൾ ഒരു കർഷകൻ എന്നുള്ള നിലയിൽ താങ്കളുടെ ഏറ്റവും വലിയ ആശങ്ക എന്താണ്? കർഷകൻ താലി പണയം വെച്ചിട്ടാണ് കൃഷി ഇറക്കിയത്. ആ സമയത്ത് നെല്ലിന്റെ വില ചോദിക്കുമ്പോൾ അതിന് പ്രകാശൻ മാഷ് ഒരക്ഷരം പോലും മറുപടി പറഞ്ഞില്ല. അത് എന്തുകൊണ്ട് കൊടുത്തില്ല എന്നുള്ളത്, എന്തുകൊണ്ട് വില കൂട്ടിയില്ല എന്നും പറഞ്ഞില്ല. ഒഡീഷയിൽ 32 രൂപ കൊടുക്കുന്നുണ്ട്, ഛത്തീസ്ഗഡിൽ 31 രൂപ കൊടുക്കുന്നുണ്ട്. 17 സംസ്ഥാനങ്ങളിൽ വളരെ നന്നായി തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ സംഭരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ സമരം ചെയ്തു, കർഷകരുടെ സംയുക്ത സമര സമിതിയും മറ്റും പാലക്കാട് പല സമരങ്ങൾ ചെയ്തു, അതിനൊന്നും മറുപടി കിട്ടിയിട്ടില്ല. ഷോ കാണിക്കുന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞത്. അതേപോലെ ഒരു മന്ത്രി പറഞ്ഞു, തമിഴ്നാട് നിങ്ങൾ എന്തിനു കൃഷി ചെയ്യണം, തമിഴ്നാട്ടിൽ നിന്ന് അരി വരുമല്ലോ എന്ന് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ കർഷകൻ കൃഷി ഇറക്കില്ല അടുത്ത പ്രാവശ്യം. ഇപ്പോൾ തന്നെ കുറഞ്ഞു. 8 ലക്ഷം ഹെക്ടർ നെൽകൃഷി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 1.8 സംതിങ് ഉള്ളൂ. 1.8 ലക്ഷം ഹെക്ടറാണ് ഇപ്പോൾ കൃഷിയുള്ളത്. ഇനിയുള്ള കാലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ശല്യം പറയാനില്ല. ആന എവിടെ എന്ന് പറഞ്ഞാൽ പാലക്കാട്. ഇപ്പോൾ ഞങ്ങൾ വളരെ വനമേഖലയിൽ നിന്നും 10 കിലോമീറ്റർ ഉള്ളിലെ ജനവാസ മേഖലയിലേക്കാണ് ഇറങ്ങിയിട്ട് കാട്ടാന നെൽകൃഷി നശിപ്പിക്കുന്നതും നെൽകൃഷി സ്ഥലത്തുകൂടെ ഇറങ്ങി നടക്കുന്നത്. പന്നിയുടെ ശല്യം, അതിന് യാതൊരു പരിഹാരവും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ഈ കിഫ സമരം ചെയ്ത് കിഫ കേസ് കൊടുത്തും മറ്റുമൊക്കെയാണ് 6 പേർക്ക് ഏത് വിധേനയും വെടിവെച്ച് കൊല്ലാമെന്ന് പറഞ്ഞു. പിന്നീട് അത് മാറ്റം വന്നു. പന്നിയെ കൊല്ലുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഈ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും സെക്രട്ടറിക്കും താൽക്കാലിക വൈൽഡ് ലൈഫ് വാർഡനായി പദവി കൊടുത്ത് കൊല്ലാൻ വേണ്ടി പറഞ്ഞു. അതിന് ഷൂട്ടേഴ്സിനെ കിട്ടാനില്ല, തോക്ക് ലൈസൻസ് കൊടുക്കുന്നില്ല. ആ വിധത്തിലൊക്കെയാണ്. അതുകൊണ്ട് കർഷകർ ഇനി നെൽകൃഷി ഒരു പ്രതീക്ഷ വയ്ക്കുന്നില്ല. വേറൊരു തൊഴിലില്ലാത്തതുകൊണ്ട് ചെയ്യുന്നു എന്ന് മാത്രം. 60 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ, ഞാൻ 70 വയസ്സ് കഴിഞ്ഞ ആളാണ്. ഇതാണ്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഡാറ്റയും കൊണ്ട് കൃഷിക്കാരൻ്റെ നെല്ലളന്ന ശേഷം പൈസ വാങ്ങിക്കാൻ നടക്കാൻ പറ്റില്ലല്ലോ. കേന്ദ്രം കൊടുത്തോ കേരളം കൊടുത്തോ എന്നൊന്നും പറഞ്ഞിട്ട്. കേരളത്തിലെ കർഷകന് ആവശ്യം പൈസയാണ്. അവൻ കൊടുത്തു കഴിഞ്ഞാൽ സർക്കാർ 48 മണിക്കൂറിനുള്ളിൽ തരണം എന്ന് പറഞ്ഞാൽ അതാണ് പാലിക്കേണ്ടത്. ഈ തരം മാറ്റൽ, ഭൂമി തരം മാറ്റൽ എന്ന് പറഞ്ഞിട്ട് 300 കോടിയോളം രൂപ കിട്ടിയിട്ടുണ്ട്. അത് കാർഷിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കണം എന്ന് പറഞ്ഞെങ്കിൽ അതിന്റെ 10 പൈസ ഒഴിച്ചില്ല. അതൊക്കെ വഴിമാറ്റി ചെലവ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആ കാര്യങ്ങൾക്കൊന്നും അധികം കിടക്കുന്നില്ല. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷാജി, താങ്ങുവില പലപ്പോഴും അപര്യാപ്തമാണെന്നാണല്ലോ കർഷക സംഘടനകൾ വാദിക്കുന്നത്.
വിപണി വിലകളുമായിട്ട് അത് ഒത്തുപോകുന്നില്ല. ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് താങ്കൾ പ്രതീക്ഷിക്കുന്നത്? സാർ, ഈ താങ്ങുവില നിശ്ചയിക്കുന്നത് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നെല്ലിന്റെയൊക്കെ ഇപ്പൊ താങ്ങുവില പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോ കേന്ദ്ര ഗവൺമെന്റ് താങ്ങുവില പ്രഖ്യാപിക്കുമ്പോൾ രണ്ട് ഘടകമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യാഡ്സ്റ്റിക് അല്ലെങ്കിൽ ഒരു അളവുകോൽ എന്ന് പറയുന്നത് ശരാശരി ഉൽപാദനത്തിന്റെ 1.5 ഇരട്ടിയായിട്ടാണ് MSP തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്തുള്ള ഒരു പ്രശ്നം എവിടെന്നറിയോ? രാജ്യത്തെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ നെൽകൃഷി നടക്കുന്നുണ്ട്. അവിടുത്തെയൊക്കെ ഉൽപാദന ചെലവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ MSP പ്രഖ്യാപിക്കുന്നത്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇപ്പൊ കേരളത്തെ ശരാശരി ഒരു കർഷക തൊഴിലാളിയുടെ വേതനം എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് 303.80 അതിന്റെ കൂലി എന്ന് പറയുന്നത്. ഇത് കേരളത്തിൽ വരുമ്പോൾ ഏതാണ്ട് 280% വർധനമായി, അതായത് 748 രൂപ മറ്റുമാണ് വരുന്നത്. ഇത് 748 അല്ല, ഇത് ചിലപ്പോൾ തൃശ്ശൂർ ചിലപ്പോൾ ഈ കൂലിക്ക് നടക്കും, ചിലപ്പം പാലക്കാടും നടക്കും. പക്ഷേ നമ്മൾ കുട്ടനാട് വന്നു കഴിഞ്ഞാൽ 1000-ന് മേലാണ് ഇപ്പൊ അവിടെ കർഷക തൊഴിലാളിയുടെ കൂലി എന്ന് പറയുന്നത്. അപ്പൊ ശരാശരി കൂലി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ശരാശരി ബജറ്റാണ്. MSPയുടെ 1.5 ഇരട്ടിയാണ് MSP കൊടുക്കുന്നത്. ഇത് നിലവിലുള്ള ഒരു യാഡ്സ്റ്റിക്കാണ്. ഇത് കേരള ഗവൺമെന്റിന് ബോധ്യമുണ്ട്, കാലാകാലങ്ങളിൽ വന്ന ഗവൺമെന്റിന് ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്തത്? പ്രൊഡക്ഷൻ ഇൻസെന്റീവായിട്ട്, കാരണം കേരളത്തിന്റെ പ്രത്യേക സാഹചര്യത്തിൽ പ്രൊഡക്ഷൻ ഇൻസെന്റീവായിട്ടാണ് ബാക്കി തുക കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബഹുമാന്യനായ പ്രകാശം മാഷ് വലിയ ആവേശത്തോടെ പറയുന്നു, ഞങ്ങൾ തീരുമാനിച്ചു 28 രൂപ 20 പൈസ കൊടുക്കുന്നു. ആരാ സാറേ നിങ്ങൾക്ക് ഇതിന് അധികാരം തന്നതന്നെ? നിങ്ങൾ 5 കൊല്ലം മുമ്പ് കൊടുക്കുന്നുള്ള വിലയാ. അത് കഴിഞ്ഞ് കേന്ദ്ര MSP അബ്ബാസിന് പറഞ്ഞ്, ബഹുമാന്യനായ അബ്ബാസ് പറഞ്ഞതിനകത്ത് തെറ്റുണ്ട്. 5 രൂപ 10 പൈസ വർദ്ധിപ്പിച്ചു കേന്ദ്രം. സംസ്ഥാനം കൃത്യമായി 5 രൂപ 10 പൈസ വെട്ടിക്കുറച്ചു. 5 കൊല്ലം മുമ്പ് കിട്ടിയ 28 രൂപ 20 പൈസ ഇപ്പോഴും കേരളത്തിലെ നെൽകർഷകന് കിട്ടുന്നത്. അപ്പൊ ആ ഇൻസെന്റീവ് കൊടുത്താൽ പോലും അബ്ബാസ് പറഞ്ഞതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലെ പോലെ ഒരു 32 രൂപ 33 രൂപ 34 രൂപ ഈ ഏർപ്പാട് ഒരു ബ്രേക്ക് ഈവനിൽ ഇവർക്ക് കൊണ്ടു നടക്കാൻ പറ്റും. അല്ലെങ്കിൽ ലാഭവും നഷ്ടമില്ലാത്ത രീതിയിൽ കൃഷിയെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പൊ ഈ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രം കൊടുത്ത 5 രൂപ 10 പൈസ പോലും കേരളത്തിലെ കർഷകന് കൊടുക്കുന്നില്ലെന്നേ. ഇത് ചെറിയ വിഷയമാണോ ഇത്? എന്നിട്ടാണ് പ്രകാശം മാഷി വന്നിരുന്നിട്ട് ഈ വലിയ വീരവാദമൊക്കെ മുഴക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വില കേരളത്തിലെ രാജ്യത്തെ ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കുന്നതിൽ അമാന്തമുണ്ടെന്ന്. ആർക്കാ സാർ അമാന്തം? കൃത്യമായി കേരളത്തിലെ കർഷകന് പോലും ഗുണപരമായ രീതിയിൽ 5 രൂപ 10 പൈസ കേന്ദ്രം വർദ്ധിപ്പിച്ചപ്പോൾ സംസ്ഥാനം ചെയ്തത് ആ തുക അങ്ങനെ വെട്ടിക്കുറയ്ക്കാൻ സാറാ ചെയ്തത്. ഇത് നിഷേധിക്കാൻ സാധിക്കുമോ? ഇത് ശ്രീ അബ്ബാസ് പറഞ്ഞാൽ അത് നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കാനാണ് അബ്ബാസ് പറയുന്നതെന്ന് പറയുന്നത് താങ്കളുടെ രാഷ്ട്രീയമാണ്. അബ്ബാസ് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അനുഭവിച്ച യാഥാർത്ഥ്യത്തെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. ശ്രീ ഷാജി, ഞാൻ മടങ്ങി വരാം. ശ്രീ പ്രകാശൻ മാസ്റ്റർ, അദ്ദേഹം പറഞ്ഞത് കേന്ദ്രം കൊടുക്കുന്ന പണം കേരളം വെട്ടിക്കുറയ്ക്കുന്നു എന്നുള്ളതാണ്. കേന്ദ്രം കൊടുക്കുന്ന തുക പോലും കർഷകരിലേക്ക് എത്തുന്നില്ല എന്ന ആരോപണമാണ്. എന്താണ് മറുപടി? ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാകാത്തതുകൊണ്ടല്ല, മനസ്സിലാകാത്തതിൽ നിന്ന് നടിക്കുന്നതാണ്. ഞാൻ 2 കാര്യം പറഞ്ഞു. ഒന്ന്, ഈ C2+50 അനുസരിച്ച് ഉൽപ്പന്നങ്ങൾക്ക് വില നിശ്ചയിക്കുന്നുള്ള പച്ചക്കള്ളം ഷാജി പറയട്ടെ. ഏതെങ്കിലും ഒരു വിളക്ക്, ഇപ്രാവശ്യത്തെ റാബി വിളവെടുപ്പിൽ വില വന്നല്ലോ, ഏതെങ്കിലും ഒരു വിളക്ക് C2+50 അനുസരിച്ച് കേന്ദ്രം വില നിശ്ചയിച്ച ഒറ്റൊന്നിന്റെ പേര് പറയട്ടെ. ഞങ്ങൾ സമരത്തിലായിപ്പോ കേന്ദ്രത്തിന്റെ ആയിട്ട് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് എന്നിട്ട് പറയാണ് കേന്ദ്രം C2+50 അനുസരിച്ച് വില ശരിയല്ല. 2, റബ്ബറും അതുപോലെ തന്നെ നെല്ലുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച കാര്യം ഞാൻ പറഞ്ഞു. റബ്ബർ 120 രൂപ ഉള്ളപ്പോ സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞു 160 എത്ര പൈസ വേണമോ അത്രയും കൊടുക്കും. പിന്നീട് 170 ആക്കി. ഇപ്പോ 170 മേലെ വില വന്നു, പൈസ കൊടുക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റ് എന്ത് സംവരണ വില നിശ്ചയിച്ചാലും നെല്ലിന് വെറും 10 രൂപയാണ് കേന്ദ്രത്തിന്റെ വിലയെങ്കിലും 28-20 കൊടുക്കും. അത് കേന്ദ്രം നിശ്ചയിക്കുന്ന വില പിന്നെ ആനുപാതികമായിട്ടല്ല, അത്രയും കൊടുക്കും. അതാ തീരുമാനം. തീരുമാനം പ്രഖ്യാപിക്കേണ്ട പിന്നെ ഈ രാജവൊന്നുമല്ലല്ലോ, തീരുമാനം ഗവൺമെന്റ് പ്രഖ്യാപിക്കില്ല. ഇപ്പോഴും നേരത്തെ പറഞ്ഞ കാര്യം 28-20 ശ്രീ ഷാജി, താങ്കളിലേക്ക് മടങ്ങി വരാം. അദ്ദേഹം പറഞ്ഞു പൂർത്തിയാക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ അവർക്ക് ബേജാറുണ്ടാവുന്നത് അവര് രണ്ടുപേരും ചേർന്ന് കൃഷിക്കാരെ പറ്റിക്കാൻ വലിയ പാടുപെട്ടാണല്ലോ കേരളത്തില്. പക്ഷെ കൃഷിക്കാർക്ക് ഈ കാര്യങ്ങളെല്ലാം അറിയാം. ഞങ്ങൾ കൃഷിക്കാരെ വെച്ചുകൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉന്നയിച്ച് ശക്തമായ സമരം നടത്തുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളിപ്പോ ഒടുവിൽ സമരം നടത്തി, അടുത്ത മാസം വീണ്ടും സമരം നടക്കാൻ പോവാണ്. അത് ഞങ്ങൾക്ക് കൃഷിക്കാരെ ബോധ്യപ്പെടുന്നതിൽ ഒരു പ്രയാസമില്ല. നിങ്ങൾ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ച് കൃഷിക്കാരെ മുച്ചോട് മുടിക്കുന്ന നരേന്ദ്രമോദിയെയും ഈ നയം ആരംഭിച്ച കോൺഗ്രസിനെയും എങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പാടുപെടുന്ന രാഷ്ട്രീയ നേതാക്കന്മാരാണ്. അല്ല, കൃഷിക്കാരുടെ നേതാക്കന്മാരൊന്നുമല്ല. കൃഷിക്കാരുടെ താല്പര്യങ്ങളാണ് പറയുന്നെങ്കിൽ നിങ്ങൾ ആദ്യം പറയേണ്ടത് കേന്ദ്രത്തെയാണ്. ഇപ്പോ ഇദ്ദേഹം പറഞ്ഞല്ലോ ഈ പറയുന്ന വന്യജീവിയാക്രമണം. ഞാൻ ചോദിക്കട്ടെ, പന്നിയെ കൊല്ലാൻ തീരുമാനമെടുത്ത ഒറ്റ ഗവൺമെന്റ് ഉണ്ടോ ഇന്ത്യയിൽ? ഇവിടെ മൃഗങ്ങളെ കൊല്ലാൻ അനുവാദം വേണമെന്ന് ആവശ്യപ്പെട്ട ഒറ്റ ഗവൺമെന്റ് ഉണ്ടോ ഈ കേരളത്തിലെ ഗവൺമെന്റ് അല്ലാതെ മറ്റൊരു ഗവൺമെന്റ്? ഇന്നിപ്പോ കേരളത്തില് അദ്ദേഹം ഈ പറയുന്ന ഉത്തരവാണ്.
CCFന് ഈ പറയുന്ന പഞ്ചായത്ത് രാജ് സ്ഥാപനങ്ങളുടെ പ്രസിഡന്റുമാർക്ക് അധികാരം കൊടുത്തിരിക്കുന്നു. കേരളത്തിൽ ഇപ്പോ 100 കണക്കിന് പതികളെ കൊന്നിട്ടുണ്ടല്ലോ ഈ കഴിഞ്ഞ 5-6 മാസക്കാലം. അതിന്റെ മേലെയും എങ്ങനെയാണ് LDFനെ കുറ്റപ്പെടുത്തുക? ഞാൻ പറയുന്നത് കൃഷിക്കാര് ദോഷൈക നിൽക്കാവാൻ പാടില്ല. നല്ല കാര്യം ചെയ്താൽ അത് നല്ല കാര്യമാണെന്ന് പറയണം. നിങ്ങൾക്ക് രാഷ്ട്രീയമായിട്ട് ഇവരെല്ലാം താല്പര്യം സംരക്ഷിക്കാൻ താല്പര്യം ഉണ്ടാവും. പക്ഷെ കൃഷിക്കാർക്ക് വേണ്ടിയല്ല, ഞങ്ങൾ BJPക്ക് വേണ്ടിയാണ്, ഞങ്ങൾ കോൺഗ്രസിന് വേണ്ടിയാണ് എന്ന് പറയാനുള്ള നട്ടല് ധൈര്യം നിങ്ങൾ കാണിക്കണം തന്നെ ഞാൻ പറയുന്നത്. എനിക്ക് ഈ പറയുന്ന പോലെ ഒരു ഗവൺമെന്റിന് പ്രത്യേകമായിട്ട് സംരക്ഷിക്കുകയോ സഹായിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ ഇന്നൊരു നാൾ പറയാൻ പറയുന്നത് ഒരു പരസ്യമായിട്ടുള്ള സംവാദം തയ്യാറാണെങ്കിൽ ഞാൻ വരാം, ഈ 2 നേതാക്കന്മാർ വരട്ടെ, എന്നിട്ട് 1-2 മണിക്കൂർ സമയം കൃഷിക്കാരുടെ മേഖലയിൽ നടപ്പിലാക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര സ്റ്റേറ്റ് ഗവൺമെന്റ് നിങ്ങൾ സന്നദ്ധമാണെങ്കിൽ ഞാൻ വരാം, കേരളത്തിൽ എവിടെയായിട്ടും. ശരി, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഷാജി രാഘവൻ, കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ന്യായവില ഉറപ്പാക്കാൻ താങ്കളുടെ സംഘടന സർക്കാരിനോട് ഉന്നയിക്കുന്ന പ്രധാന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? അല്ല, ന്യായവില കൊടുക്കുന്ന കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ MSPയുടെ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? സംസ്ഥാന സർക്കാർ പറഞ്ഞിട്ടുണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഈ സംസ്ഥാനം എങ്ങനെ തർക്കം അവിടെ ഉന്നയിക്കുമെന്നേ. ഞാൻ പറഞ്ഞ അതിന്റെ അളവ് പോലെ എന്താണെന്നുള്ളത് പറഞ്ഞു. കേരളത്തിൽ കൊടുത്തോണ്ടിരുന്ന പൈസ 5 രൂപ കുറച്ചിട്ട് ആ പ്രകാശം മാഷ് കൈ ചൂണ്ടുന്നത് അങ്ങോട്ട് എവിടോട്ട്? നരേന്ദ്രമോദിക്ക്. നിങ്ങൾ ചൂണ്ടിക്കോളൂ, 4 വിരൽ നിങ്ങൾക്ക് നേരെയാ. ആദ്യം 5 രൂപ കുറച്ചതിന്റെ കണക്ക് പറ സാർ. കേരളത്തിൽ ഓണത്തിന് കർഷകന് നെല്ലിന്റെ വില കൊടുക്കാത്തതിന് കണക്ക് പറ. ഒറ്റ കാര്യം കൂടെ, നിങ്ങൾ വലിയ കാര്യം പറഞ്ഞല്ലോ, കർഷകന് ലോണായിട്ടല്ലയോ നിങ്ങൾ ഈ നെല്ലിന്റെ വില കൊടുക്കുന്നത്? കാരണം ലോകത്ത് എവിടെയെങ്കിലും ഈ സംവിധാനം ഉണ്ടോ? ലോകത്ത് അവന്റെ അവകാശമല്ലെന്ന്. ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ അതിന്റെ വില മാന്യമായി കിട്ടണം, ക്യാഷായിട്ട് കിട്ടണം, അവന്റെ അക്കൗണ്ടിൽ കിട്ടണം. അതിന്റെ അക്കൗണ്ടിൽ കിട്ടിയില്ലെങ്കിൽ അവന്റെ കയ്യിൽ കിട്ടണം. സാറേ, പ്രകാശം മാഷ് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കിയാൽ പോലും അതിന്റെ വില ഏതെങ്കിലും ബാങ്കിന്റെ തിണ്ണെ കയറി ഇറങ്ങി നിരങ്ങി 10-40 ദിവസം കഴിഞ്ഞ് ലോണായിട്ട് കിട്ടുന്നതെങ്കിൽ എന്റെ പ്രകാശം മാഷ്, നിങ്ങൾക്ക് ഇതിനെങ്ങനെ ന്യായീകരിക്കാൻ പറ്റുമെന്ന് കേരളത്തിലെ കർഷകന്റെ മുഖത്ത് നോക്കി? നിങ്ങൾ എങ്ങോട്ടാ കൈ ചൂണ്ടുന്നത്? നിങ്ങൾ ആരുടെ കാര്യമൊക്കെ ഇവിടെ വന്നിരുന്ന് പറയാൻ ശ്രമിക്കുന്നത്? നിങ്ങൾ ആദ്യം ഇതിന് മറുപടി പറയുന്നേ, നമുക്ക് മറ്റേതൊക്കെ ചർച്ച ചെയ്യാം. ചർച്ചയുടെ വിഷയം പോലെ ഓണത്തിന് മുമ്പ് നിങ്ങൾ കേരളത്തിലെ പണം കൊടുക്കുവോ? ഓണത്തിന് മുമ്പ് പൈസ കൊടുത്ത് നിർത്തുമോ? ഓണത്തിന് മുമ്പ് നെല്ലിന്റെ വില കൊടുത്ത് നിർത്തുമോ? ശ്രീ ഷാജി പ്രകാശ് 5 രൂപ കുറച്ചത് കൂട്ടിക്കൊടുക്കുവോ? 5 രൂപ കുറച്ചത് നിങ്ങൾ കൂട്ടിക്കൊടുക്കുവോ? മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ 33 രൂപ 34 രൂപ നെല്ലിന് നിങ്ങൾ വില കൊടുക്കുമോ? 5 രൂപ കൊടുത്താൽ മതി, നിങ്ങൾ അധികം കൂട്ടിക്കൊടുക്കണ്ട. കേരളത്തിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ആനുകൂല്യം വെട്ടിക്കുറയ്ക്കാൻ പറ്റുമോ? നിങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യം വെട്ടിക്കുറയ്ക്കാൻ പറ്റുമോ? കർഷകന്റെ മാത്രമല്ല വെട്ടിക്കുറയ്ക്കാൻ പറ്റുള്ളൂ. ശ്രീ ഷാജി പ്രകാശൻ മാസ്റ്റർ മറുപടി. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഓണത്തിന് മുൻപ് ഇത് കൊടുത്തു തീർക്കുമോ എന്നാണ് ഷാജി ചോദിച്ചത്. സാധ്യതയുണ്ടോ? ഇത് കൊടുത്ത കൃഷിക്കാരന്റെ പ്രശ്നങ്ങൾ ഷാജിയെ പോലെയും അബ്ബാസിനെ പോലെയും കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ അതിന്റെ കാരണത്തെ കുറിച്ച് പരിശോധിക്കുമ്പോൾ നിങ്ങൾ വിരൽ ചൂണ്ടുന്നത് നരേന്ദ്രമോദിക്കെതിരായിട്ടാണ്. ഇന്ന് വരെ ഈ സമരത്തിൽ എഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ട് 7 കൊല്ലമായിട്ട് ഒരൊറ്റ ഒരു ഉൽപ്പന്നത്തിനും C2+50 അനുസരിച്ചിട്ട് വില നിശ്ചയിച്ചിട്ടില്ല. ഷാജിയുടെ കളവ് പറഞ്ഞല്ലോ, C2+50 പറയട്ടെ, ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിന്റെ ഇപ്പോ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അരി എടുക്കുന്ന ഒരു സ്റ്റേറ്റ് പറയും, ഷാജിയോ അല്ലെങ്കിൽ അബ്ബാസോ പറയും. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ നെല്ല് സംഭരിക്കുന്ന നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന തീരുമാനമില്ല. കർഷകന്റെ അക്കൗണ്ടിൽ പൈസ കൊടുക്കും. കേരളം സമ്മതിക്കുമോ? കേരളം സമ്മതിക്കുമോ? നിങ്ങൾ അല്ലേലോ പറഞ്ഞു അല്ലേ? കോർപ്പറേഷൻ എടുക്കുന്ന പോലെ വേറെ ഏതായാലും സംസ്ഥാനം എടുക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. എന്തിനാണ് എടുക്കുന്നത്? എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം കേരളം തെരഞ്ഞെടുത്തതാണത്. നിങ്ങൾ സെൻട്രലൈസ്ഡ് നമുക്ക് ഇവിടെ FCI ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ നെല്ലെടുക്കും. കേരളത്തിലെ കർഷകന് 48 മണിക്കൂറിലൊക്കെ അക്കൗണ്ടിൽ കൊടുക്കും. കേരളം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇൻസെന്റീവ് കൊടുക്കുമോ? ഗവൺമെന്റിന്റെ പേര് പറയൂ. ഇന്ത്യയിലെ കൃഷിക്കാരെ രക്ഷിക്കാൻ അത്രയെങ്കിലും തീരുമാനമെടുത്ത ഒറ്റ ഗവൺമെന്റിന്റെ പേര് പറയൂ. ശരി, ഞാൻ ശ്രീ അബ്ബാസിലേക്ക് കൂടെ ഒന്ന് പോവുകയാണ്. ശ്രീ അബ്ബാസ്, ശരി, പ്രകാശ് മാസ്റ്റർ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം.
ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ അബ്ബാസ്, ഒറ്റ കാര്യം കൂടെ ഞാൻ പറഞ്ഞ താങ്കൾക്ക് അവസരം തരാം. അതായത് 232 കോടി ഇപ്പൊ കൊടുത്തു തീർക്കാനുള്ളതിൽ 100 കോടി മാത്രമേ ഇന്ന് അനുവദിച്ചിട്ടുള്ളൂ. ഈ 100 കോടി കൊടുത്തത് പോലും 15 ദിവസം കഴിയാതെ കർഷകന് കിട്ടില്ല. മനസ്സിലായി? എന്നാലും ബാക്കി 132 കോടി ബാക്കി നിൽക്കും. ബാക്കി നിൽക്കും. ഈ കൊടുത്തത് പോലും 15 ദിവസം എടുക്കും. താങ്കളുടെ ചോദ്യം ഉണ്ടല്ലോ, ഓണം കർഷകന് കേരളത്തില് അവന് നെല്ലിന്റെ പൈസ ഓണത്തിന് മുമ്പ് ഒരു കാരണവശാലും അത് കേരളത്തിലെ യാഥാർത്ഥ്യമല്ല. കർഷകൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ശരി, ഞാൻ അബ്ബാസിലേക്ക് കൊണ്ടുപോകണം. ശ്രീ അബ്ബാസ്, ഇതിനപ്പുറത്ത് കർഷകർ നേരിടുന്ന അടിസ്ഥാനപരമായ വെല്ലുവിളികൾ എന്തൊക്കെയാണ്? ഇന്ന് ഉൽപാദന ചെലവിനനുസരിച്ച് വില കിട്ടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. പിന്നെ ഈ സിവിൽ സപ്ലൈസും ഭക്ഷ്യ ഡിപ്പാർട്ട്മെന്റും കേന്ദ്ര സർക്കാരിനോട് ഒപ്പിട്ടിട്ടതിന് ശേഷം മാത്രമാണ് ഈ നെല്ലൊക്കെ കളക്ട് ചെയ്യുന്നത്. അവരൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞ പോലെയൊക്കെ ഞാൻ മറുപടി പറയണമെങ്കിൽ രാഷ്ട്രീയമായി മാറും. അതുകൊണ്ട് ഞാൻ അതൊന്നും മറുപടി പറയുന്നില്ല. കർഷകൻ വളരെ ദുരിതത്തിലാണ്, സങ്കടത്തിലാണ്. അവൻ ആരോടാ പരാതി പറയാ? പ്രതിഷേധിച്ചു, താലിമാല കാണിച്ച് സമരം ചെയ്തു, അതുപോലെ ഒരുപാട് പ്രതിസന്ധികൾ അവൻ സമരം ചെയ്തു. എന്നിട്ടും ഒരു രക്ഷയില്ല. ഇനി എന്താ ചെയ്യുക? ഉപേക്ഷിക്കുക എന്നുള്ളത്. അതും കൃഷി ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് വയസ്സായ കുറെ 50 വയസ്സ് കഴിഞ്ഞ ആളുകൾ മാത്രമാണ് കർഷകരായിട്ടുള്ളത്. പുതിയ തലമുറ ഇതിൽ ലാഭകരമല്ലാത്തതുകൊണ്ട് ആരും വരാറില്ല. അതുകൊണ്ട് എങ്ങനെ ഈ കൃഷിയെ നിലനിർത്താം? നെൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിസ്ഥിതി നിയന്ത്രിക്കുന്നതും പരിസ്ഥിതി സംരക്ഷിക്കുന്നതുമായ ഒരു ഇതാണ്. ഭൂമി ഇത് 2008 നീർത്തട സംരക്ഷണ നിയമപ്രകാരം ജനങ്ങൾ വേറെ ലാഭകരമായ ഏതെങ്കിലും കൃഷി ചെയ്താൽ അവനെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ട നിയമമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ഈ നിലയ്ക്ക് സർക്കാരിൽ നിന്ന ഭാഗത്ത് നിന്ന് തന്നെ അവന് ഉൽപാദന ചെലവിനനുസരിച്ചിട്ടുള്ള വില കൊടുക്കുക, എങ്കിൽ മാത്രമേ ഈ കൃഷി അവിടെ നിലനിൽക്കുകയുള്ളൂ. രാജ്യത്തിന്റെ GDP നിലനിർത്തുന്ന കൃഷി നിലനിൽക്കുകയുള്ളൂ. അത് നെൽകൃഷി മാത്രമല്ല, മറ്റെല്ലാ കൃഷിയും. റബ്ബറിന്റെ കാര്യം മാഷ് പറഞ്ഞു, കിട്ടുന്നു, അങ്ങനെ തരുന്നു എന്ന്. ഇപ്പോഴത്തെ ഉൽപാദന ചെലവിനനുസരിച്ച് അത് വലിയ പ്രയാസമാണ്. മലയോര മേഖലയിലാണ് റബ്ബർ കൃഷി അധികവും ഉള്ളത്. അത് മുഴുവൻ ആനയും പുലിയും കരടിയും കാരണം അത് എല്ലാം നശിച്ച് ടാപ്പിംഗ് ചെയ്യുന്നത് 3 മണിക്ക് ടാപ്പ് ചെയ്യണം പുലർച്ചെ. അതിന് പകരം ഇപ്പൊ 7 മണിക്ക് നോക്കിയിട്ട് വേണം, പടക്കം പൊട്ടിച്ചിട്ട് വേണം അവിടെ പോകാൻ. ആ ഒരു അവസ്ഥയാണ്. പിന്നെ റീപ്ലാന്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരി, പറഞ്ഞോളൂ, പറഞ്ഞു പൂർത്തിയാക്കിക്കോളൂ. ഈ ഒരു അവസ്ഥയിലാണ് കൃഷികളെല്ലാം തന്നെ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ സംരക്ഷണം കിട്ടണം, നെൽകൃഷിക്ക് വേണ്ടതായ സഹായം കിട്ടണം, വളത്തിന് സബ്സിഡി വേണം. ഈ കേന്ദ്രത്തിൽ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ അതുപോലെയല്ല ഇവിടുത്തെ കൂലിച്ചെലവും മറ്റും കൂടുതലുള്ളതുകൊണ്ട് കൂടുതൽ ഇൻസെന്റീവ് തന്ന് കൃഷി നിലനിർത്തിയെങ്കിൽ മാത്രമേ തൊഴിൽ നിലനിൽക്കുകയുള്ളൂ, രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും നിലനിൽക്കുകയുള്ളൂ. വ്യക്തമാണ്. ശ്രീ ഷാജി അദ്ദേഹം പറഞ്ഞതുപോലെ ഇവിടെ കൃഷി നിലനിൽക്കേണ്ടതുണ്ട്. അവർ നേരിടുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ്. വന്യമൃഗ ആക്രമണങ്ങൾ മുതൽ പ്രതികൂലമായ കാലാവസ്ഥ വരെ ഉൾപ്പെടുന്ന ഒട്ടനേകം പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഇതിനെല്ലാം ദീർഘകാല പരിഹാരം കാണേണ്ടതുണ്ട്. എന്താണ് താങ്കൾക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്? ഈ വന്യമൃഗങ്ങളുടെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു ഡെലിഗേഷൻ കേന്ദ്ര വന്യമൃഗ സംരക്ഷണ വകുപ്പ് മന്ത്രിയെ കാണുകയുണ്ടായി. 1. 2 വട്ടം ഈ വിഷയം കഴിഞ്ഞ സെഷനിലാണെന്ന് തോന്നുന്നു, അതിന് മുമ്പിലുള്ള സെഷനിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള MP-മാർ ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ അന്ന് മന്ത്രി കൊടുത്ത ഒരു മറുപടി, ഈ മറുപടി കേരളത്തിന് സ്വീകാര്യമല്ല എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇപ്പോൾ ഒരു അമെൻമെന്റിന് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ ചെറിയൊരു ക്ലോസിലെ വ്യത്യാസം വന്നിട്ടുള്ളൂ. ഞാനതൊന്ന് വായിക്കാം. താങ്കൾക്ക് ഒരു വാചകത്തിൽ അത് പൂർത്തീകരിക്കാം, നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഒറ്റ കാര്യം ഞാൻ പറയാം. നിലവിലുള്ള കേന്ദ്ര നിയമം വന്യമൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളം കൃത്യമായി ഉപയോഗിച്ചാൽ ഈ സംഘർഷം, മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. 1. 2, പന്നിയുടെ വിഷയം. ഈ പന്നിയുടെ വിഷയം നമ്മൾ വെറുതെ പറഞ്ഞു പോകരുത് പ്രകാശ് മാഷിനെ പോലുള്ളത്. കാരണം എന്താണെന്നറിയോ? ഒരു ഹൈക്കോടതി വിധിയാണ്. പണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഒരു ഹൈക്കോടതി വിധി വന്നാൽ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകും. കാട്ടുപന്നിയെ വെടിവെക്കാമെന്ന് മദ്രാസ് ഹൈക്കോടതി ഒരു വിധി വരുമ്പോൾ, മദ്രാസാണോ എറണാകുളം ഹൈക്കോടതിയാണോ എനിക്ക് കൃത്യമായി ഓർമ്മയില്ല, പക്ഷെ ഒരു ഹൈക്കോടതി വിധിയാണ്. ഒറ്റക്കാര്യം, അതോടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ആ വിധി നടപ്പിലാക്കണം എന്ന് നിർദ്ദേശം കേന്ദ്ര ഗവൺമെന്റ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കത്തയച്ചു.
എല്ലാ സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. കേരളത്തിന്റെ കുഴപ്പം എന്താണെന്നറിയോ സാർ? ഇവിടെ വെടിവെക്കാൻ ആളില്ലെന്നേ. 1000 ഗ്രാമപഞ്ചായത്ത് ഉണ്ട്, വെടിവെക്കാൻ 410 പേരാ. 1000 തോക്കിന്റെ ലൈസൻസ് ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. ഇതിന്റെ വിഷയം എവിടെന്നറിയോ? ഫലപ്രദമായി ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഞാൻ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. കേരളം ചെയ്യേണ്ടത് മറ്റു സംസ്ഥാനങ്ങൾ കേന്ദ്രം ചെയ്തതുപോലെ കൃഷി വകുപ്പ് ആണത്തമുള്ള നല്ല മന്ത്രിമാരെ ഏൽപ്പിക്കണം. ശരി, ഞാൻ ഇടപെടുകയാണ്. നമ്മുടെ സമയം ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. കേരളം ഓണാഘോഷങ്ങൾക്ക് തയ്യാറെടുക്കുമ്പോഴും കേരളത്തിലെ കർഷകരുടെ ജീവിത നിലവാരം പഴയ പടി തന്നെ തുടരുന്നു. ഈ വിഷയത്തിൽ അടിസ്ഥാനപരമായ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. സംസ്ഥാനത്തിൻ്റെ കാർഷിക വളർച്ച നിരക്ക് ദേശീയ ശരാശരിക്ക് ഇരട്ടിയായിട്ടുണ്ടെങ്കിലും ഉയർന്ന തൊഴിൽ ചെലവും പുതിയ വിളകൾക്കുള്ള ശാസ്ത്രീയ പിന്തുണയുടെ അഭാവവും അദ്ദേഹം പറഞ്ഞതുപോലെ വന്യമൃഗ ആക്രമണം മുതൽ എല്ലാ വിഷയങ്ങളും പുതിയ തലമുറയെ കൃഷിയിൽ നിന്ന് അകറ്റുന്നു. കൃഷി പ്രായോഗികവും ലാഭകരവുമായ ഒരു തൊഴിലാക്കി മാറ്റുന്നതിനുള്ള ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചെടുക്കേണ്ടതുണ്ട്. ബിസിനസ് ഡയലോഗ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എം പ്രകാശൻ മാസ്റ്റർ, അബ്ബാസ് ഓറവൻചിറ, ഷാജി രാഘവൻ, നന്ദി. മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ.